ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലും സന്തോഷകരമായി മാറുവാൻ പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദ്യമായി ഇടപെടുവാൻ, ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും സന്തോഷവും വിടുതലും ആനന്ദകരമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തെ തൊട്ടുണർത്തുന്ന രാത്രിയായി മാറുവാൻ, ദൈവാത്മാവ് നമ്മളോട് ഹൃദ്യമായി ഇടപെടുന്ന രാത്രിയായി മാറുവാൻ, തേനിലും തേൻ കെട്ടേക്കാൾ മാധുര്യമുള്ള ദൈവത്തിൻ്റെ മഹാ സാന്നിധ്യത്തിൻ്റെ കീഴിൽ സ്വർഗം നമ്മളെ മറപ്പാൻ, കൃപ നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. പാട്ടുകൾ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. കടന്നു വരുന്ന ജനത്തെ സ്വർഗം കൂട്ടിവരുത്തുവാൻ തക്ക സമയത്ത് എല്ലാവരും കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ലോകത്തിൻ്റെ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, എല്ലാവരും കൈവിടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കൈവിടാത്ത ആ നല്ല കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് ഇന്ന് രാത്രികാലം പാടി ഇന്ന് പകൽ കരങ്ങളടിക്കേണ്ട അധരങ്ങളെ തുറന്ന്, ഹൃദയ കണ്ണുകൾ തുറന്ന് ഇന്ന് രാത്രിയിൽ ഒരു പാട്ടിൻ്റെ ശീലകൾ പാടി പ്രാർത്ഥിച്ച് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ സഹോദരാ തള്ളിക്കാവേയുണ്ടോ യൂസഫിന്റെ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരാ തള്ളിക്കാവേയുണ്ടോ യൂസഫിന്റെ കൂട്ടാളിയാണേ. ശബ്ദങ്ങൾ കഷ്ടങ്ങളെ കാണാനായി കഷ്ടങ്ങളെ കാണാനാ എന്തോ വന്നിടൂ ഇപ്പോൾ വന്നിടൂ എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയേ. എന്തോ വന്നിടൂ ഇപ്പോൾ വന്നിടൂ എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയേ. അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂമി
വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നി കൊണ്ടു സിംഹത്തോടേതും ദൈവമേ കൂട്ടാളിയാവേ അഗ്നി കൊണ്ടു സിംഹത്തോടേതും ദൈവമേ കൂട്ടാളിയാവേ ഇസ്രായേലിടയേ ഉത്തമ സ്നേഹിതേ നിത്യരാജാവേ കൂട്ടാളിയാവേ ഇസ്രായേലിടയേ ഉത്തമ സ്നേഹിതൻ നിത്യരാജാവേ കൂട്ടാളിയാവേ എന്തിനെ ഭാരങ്ങൾ എന്തിനെ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങളെ പാട്ടുപാടൂ എന്തിനെ ഭാരങ്ങൾ എന്തിനെ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങളെ പാട്ടുപാടൂ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങളെ ആനന്ദദായക കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശുനായകേ കൂട്ടാളിയാവേ കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശുനായകേ കൂട്ടാളിയാവേ കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശുനായകേ കൂട്ടാളിയാവേ രാത്രിയിൽ നല്ലൊരു സന്ദർഭം കർത്താവ് നമുക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ താങ്ങുകൾ നീങ്ങിപ്പോയാലും ലോകക്കാരെല്ലാവരും കൈവിട്ടാലും ഇന്ന് രാത്രി നമ്മുടെ കൈവിടാത്ത ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കൃപകൾക്കായി നമുക്ക് നന്ദി പറയാം. ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വിധങ്ങൾ, ദൈവം നമ്മളെ പുലർത്തിയ ദൈവിക പദ്ധതികളെ ഓർക്കുമ്പോൾ നമുക്ക് നന്ദി പറയാതിരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നല്ല ഇടയനായിരിക്കുന്ന കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി ഇന്ന് രാത്രികാല പ്രത്യാശയോടെ നാം എല്ലാം വളരെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ജോബിനെ ഞാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കാം. സ്തോത്രം, സ്തോത്രം.
ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സന്ധ്യാവതനം നമ്മൾ അറിയിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമുക്ക് തിരുസന്നിധിയിലായിരിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിന് ഞാൻ കർത്താവിന് സർവ്വ മാനവും മഹത്വവും അർപ്പിക്കുന്നു. നാം എല്ലാം പ്രഭാതത്തിൽ ആരാധനയ്ക്ക് പോയവരാ, ആരാധനയിൽ നാം ദൈവത്തെ ആരാധിച്ചവരാ. പക്ഷേ ഇന്ന് രാത്രിയിലും ഇങ്ങനെ ഒരു കൂടിവരവിൽ നാം വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒറ്റ കാര്യമാണ്: ചെയ്ത നന്മകൾ, പുലർത്തിയ വിധങ്ങൾ, നടത്തിയ പദ്ധതികൾ ഓർക്കുമ്പോൾ കിട്ടുന്ന സമയങ്ങൾ, വീട്ടിലിരുന്ന സമയം കളയാതെ ലഭിക്കുന്ന സമയങ്ങൾ ആരാധന, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം ഏറ്റവും വലുതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് ചേർന്ന് പാടാം: യേശു എന്ന പ്രിയ കേന്ദ്രം, മാറ്റമില്ലാത്ത സ്നേഹിതൻ, സ്തോത്രസ്തുതികൾക്ക് യോഗ്യനെന്നു ഞാൻ വാഴ്ത്തു നിന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആ ഒരു പ്രത്യാശ, വ്യാകുലങ്ങൾ നേരിട്ടാലും, ഭാരമുള്ളിൽ വന്നാലും, രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരും. ഓർക്കുക, സാധാരണ ഒരു വ്യക്തിക്ക് ഒരിക്കലും പറയുവാൻ കഴിയത്തില്ല. വ്യാകുലങ്ങളും അതുപോലെ ഭാരങ്ങളും ഹൃദയത്തിൽ, അതുമാത്രമല്ല രോഗിയായി ഞാൻ തീർന്നാലും യേശുവിനെ വിട്ടു ഞാൻ പോകത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ആ ചാരിക്കൊണ്ട് ആ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി ആ പാട്ടിൻ്റെ വരികൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. മാറ്റമില്ല സ്നേഹി, മാറ്റമില്ല സ്നേഹി, സ്തോത്രസ്തുതിക്കു യോഗ്യൻ ഞാൻ, സ്തോത്രസ്തുതിക്കു യോഗ്യൻ ഒരിക്കൽ കൂടെ യേശു മാറ്റമില്ല സ്നേഹിതേ, മാറ്റമില്ല സ്നേഹിതേ, സ്തോത്രസ്തുതിക്കു യോഗ്യൻ ഞാൻ, സ്തോത്രസ്തുതിക്കു യോഗ്യൻ വ്യാകുലങ്ങൾ നേരിട്ടാലോ, ഭാരമുള്ളിൽ വന്നാലോ, വ്യാകുലങ്ങൾ നേരിട്ടാലോ, ഭാരമുള്ളിൽ വന്നാലോ, രോഗിയായി തീർന്നാലോ യേശുവിൽ ഞാൻ ചാരിനോ, രോഗിയായി തീർന്നാലോ യേശുവിൽ ഞാൻ ചാരിനോ, യേശുവിൽ ഞാൻ മാറ്റമില്ല സ്നേഹിതേ, യേശുവിൽ ഞാൻ മാറ്റമില്ല സ്നേഹിതേ, സ്തോത്രസ്തുതിക്കു യോഗ്യൻ മാറ്റുന്നു ഞാൻ, സ്തോത്രസ്തുതിക്കു യോഗ്യൻ മാറ്റുന്നു ഞാൻ. എന്നെ ശുദ്ധീകരിച്ചില്ല മാനസികമില്ല, എന്നെ ശുദ്ധീകരിച്ചില്ല മാനസികമില്ല, ഹല്ലേലൂയ പാടുക, ഹല്ലേലൂയ പാടുക. യേശുവിന്റെ മാറ്റമില്ല സ്നേഹിതേ, യേശുവിന്റെ മാറ്റമില്ല സ്നേഹിതേ, സ്തോത്രസ്തുതിക്കു യോഗ്യൻ വാഴ്ത്തുന്നു ഞാൻ,
സ്തോത്രസ്തുതിക്കുയാതി ആർക്കുന്നു ഞാൻ ഈശ്വരാജനെ ചേർക്കാൻ നീ കരുണയായി വരൂ ഈശ്വരാജനെ ചേർക്കാൻ നീ കരുണയായി വരൂ ആകുലയില്ല നാട്ടി ആകുലയില്ല നാട്ടി Hallelujah, hallelujah, hallelujah.
Thank you, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് തന്ന മനോഹരമായ ഗാനങ്ങൾ ആലപിപ്പാൻ കർത്താവ് കൃപ നൽകി. ഒരു വർഷത്തിന്റെ പകുതി മാസം പിന്നിടുവാൻ ഇനി ഒരാഴ്ചയും കൂടെ നമ്മളെ ശിക്ഷിക്കുക. 6 മാസം പൂർത്തീകരിച്ച് 7-ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോകുകയാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇവിടം വരെ വന്നത് എങ്ങനെയെന്ന് പറയുവാൻ കഴിയില്ല. ഇവിടം വരെ വന്നതല്ല, അവൻ നമ്മളെ കൊണ്ടുവന്നതാണ്. ഇവിടം വരെ കൊണ്ടുവന്ന കർത്താവ് നാളെയും നമ്മളെ നടത്തുവാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ടാണ് ഭക്തൻ പാടുന്നത്, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇന്ന് രാത്രികാലം ഓർക്കുക, നാം ഈ ഭൂമിയിൽ നിന്നത് ഇല്ലായ്മയിൽ നിന്ന് ഉള്ളവരെ പോലെ ദൈവം 6 മാസം നടത്തിയെങ്കിൽ 7-ാം മാസവും നമ്മുടെ കർത്താവ് നടത്തുവാൻ ശക്തനാ. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞു, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞു, മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്ന യഹോവ ഇത്രത്തോളം എന്നെ സഹായിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആ പ്രത്യാശയോടെ ആ വരികൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഉയർത്തി, ഇത്രത്തോളം ദൈവം സഹായിച്ചു. ആഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ആഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിലേക്ക് ജീവജലം തന്നെ ഇത്രത്തോളം ദൈവം സഹായിച്ചു. മരുഭൂമിയിലേക്ക് ജീവജലം തന്നെ ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം സഹായിച്ചു.
നാട് വേണമെന്നു ഞാൻ അറിഞ്ഞപ്പോ ഇതിനായി നിങ്ങളുടെ പരദേശിയാ നാട് വേണമെന്നു ഞാൻ അറിഞ്ഞപ്പോ സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നു വെച്ച നാഥന് ഇത്രത്തോളം സഹായിച്ചു സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നു വെച്ച നാഥന് ഇത്രത്തോളം സഹായിച്ചു ഇത്രത്തോളം സഹായിച്ചു ഇത്രത്തോളം എന്നെ നടത്തി ഇത്രത്തോളം സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഇങ്ങനെ ഉയർത്തി ഇത്രത്തോളം സഹായിച്ചു ഇങ്ങനെ ഉയർത്തി ഇത്രത്തോളം സഹായിച്ചു കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി ദിനം വരൂ കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി ദിനം വരൂ അന്ന് പാടി തൂതുകാരി അത് പാടിച്ചിട്ട് ഇത്രത്തോളം അന്ന് പാടി തൂതുകാരി അത് പാടിച്ചിട്ട് ഇത്രത്തോളം 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 ദൈവം എന്നെ നടത്തി ഇത്രത്തോളം സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഇത്രത്തോളം സഹായിച്ചു യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ യേശുവിനാ ജീവിക്കുന്നത് ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ യേശുവിനാ ജീവിക്കുന്നത് ഭാഗ്യമേ ആശ തന്നോടെന്നുവെന്നെ വർദ്ധിച്ചിടുമേ ആശ തന്നോടെന്നുവെന്നെ വർദ്ധിച്ചിടുമേ ആശു തന്റെ കൂടെ വാനകാംക്ഷിച്ചിടുമേ ആശു തന്റെ കൂടെ വാനകാംക്ഷിച്ചിടുമേ ഓ യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ യേശുവിനാ ജീവിക്കുന്നത് ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ യേശുവിനാ ജീവിക്കുന്നത് ഭാഗ്യമേ എന്റെ പാപമെല്ല തന്റെ യാഗത്താക്കി എന്റെ ശാപമെല്ല തന്നതിച്ചതാ പൊക്കി എന്റെ പാപമെല്ല തന്റെ യാഗത്താക്കി എന്റെ ശാപമെല്ല തന്നതിച്ചതാ ൂർന്നോറും സ്ത്രീകമെന്നെ വർദ്ധിച്ചിടുന്നേ ൂർന്നോറും സ്ത്രീകമെന്നെ വർദ്ധിച്ചിടുന്നേ ആർക്കും ചെയ്ത കൂടെ മാറാൻ സാധ്യമോ ആർക്കും ചെയ്ത ആമേ 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 യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ ജീവിക്കുന്നത് ഭാഗ്യമേ ഓ വല്ലവനെ വല്ലവനെ പുണ്യപ്രാപ്തനെ പണിന്നു വന്നു ചുറ്റിടുന്നത് വല്ലവനെ വല്ലവനെ പുണ്യപ്രാപ്തനെ പണിന്നു വന്നു ചുറ്റിടുന്നത് മോദത്തോട് മോദത്തോട് കാലപാടി പാടുവാനാ കാലപാടി പാടുവാനാ ഓ യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ യേശുവിനാ ജീവിക്കുന്നത് ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ യേശുവിനാ ജീവിക്കുന്നത് ഭാഗ്യമേ ഓ യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ
ഈശോയുടെ ജീവിക്കുന്ന ഭാഗ്യമേ ഈശോയോട് ചേർന്നിരിക്കുന്ന ഭാഗ്യമേ ഈശോയുടെ ജീവിക്കുന്ന ഇന്ന് രാത്രികാലം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി എത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. പ്രതീക്ഷിക്കുന്നവരൊക്കെ മാറിപ്പോയി, കൂടെ കാണുമെന്ന് ചിന്തിച്ചവരൊക്കെ മുഖം തിരിച്ചു പോയി. പക്ഷേ ഇന്ന് രാത്രികാലം വിളിച്ചു പറയുവാൻ കഴിയോ, ഒന്നുമില്ലായ്മയിൽ ഒന്നുമില്ലാത്ത ഇടത്ത് എന്നെ ദൈവം ഇന്ന് രാത്രികാലം ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം ആ നാമത്തെ ഉയർത്തുന്നതിൽ ഇന്ന് രാത്രികാലം ഞാൻ ധന്യനാണ്. ആ നാമത്തെ ഉയർത്തുന്നതിൽ ഇന്ന് രാത്രികാലം ഞാൻ സന്തോഷവാനാണ്. ഇന്ന് രാത്രികാലം ആ നാമത്തെ പാടുന്നത് എന്റെ ജീവിതത്തിലെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ സ്വർഗം അനുഗ്രഹിക്കുവാൻ, ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ, വചന ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലായി മാറുവാൻ ഇന്ന് രാത്രികാലം വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം.
സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേവി ആ നല്ല നാളുകൾ വീണ്ടും വരും മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേവി ആ നല്ല നാളുകൾ വീണ്ടും വരും സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും കറിയേണ്ട ദുഃഖത്താൽ കത്തിയിലുണ്ട് കണ്ടുതീരല്ലാതീശു മാറ്റിടുമേ കറിയേണ്ട ദുഃഖത്താൽ കത്തിയിലുണ്ട് കണ്ടുതീരല്ലാതീശു മാറ്റിടുമേ സങ്കേതങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട് സങ്കേതങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട് സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും വേദനകൾ സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും ഏലിയാവിൻ ദൈവം കൂടെയുണ്ട് എന്നുമെന്നീ കാത്തൻ പോറ്റിടുന്നു ഏലിയാവിൻ ദൈവം കൂടെയുണ്ട് എന്നുമെന്നീ കാത്തൻ പോറ്റിടുന്നു കാക്കയെ കൊണ്ടാവേ പക്ഷേ നാം ഒരുക്കി നിത്യമെന്നേ താതൻ പോറ്റിടുന്നു കാക്കയെ കൊണ്ടാവേ പക്ഷേ നാം ഒരുക്കി നിത്യമെന്നേ താതൻ പോറ്റിടുന്നു സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകുമേ വിധികൾ സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകുമേ വിധികൾ മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേ ആ നല്ല നാളുകൾ വീണ്ടും വരും മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേ ആ നല്ല നാളുകൾ വീണ്ടും വരും ആ നല്ല നാളുകൾ
വീണ്ടും വരൂ. ആ നല്ല നാളുകളിൽ വീണ്ടും വരൂ. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നമുക്കായിരിക്കാൻ കർത്താവ് കൃപ നൽകി തോർത്ത് സ്തോത്രം. അഡോണിയ ഞങ്ങളുടെ ചർച്ചിലെ സ്റ്റേജിൽ വായിക്കുന്നയാളാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പനും മക്കളും കുഞ്ഞുങ്ങളും ഒന്നിച്ച് വേദി നിൽക്കുക എന്നുള്ളത്. അതിൽ പരമായ ഒരു സന്തോഷം ഭൂമിയിൽ ഒന്നുമില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് ടെൻഷനുണ്ട്, അതുപോലെ സ്കൂളുകളിൽ അവർക്ക് ടെൻഷനുണ്ട്, ബിസിനസ് മേഖലയിൽ ടെൻഷനുണ്ട്. പക്ഷേ ടെൻഷൻ ഇല്ലാതെ ഹൃദയം തുറന്ന് പാടുവാനും കരയുവാനും ആരാധിക്കുവാനും പറ്റുന്ന സ്ഥലമാണ് ദൈവസന്നിധി. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ കർത്താവിന് സർവ മാനവും മഹത്വവും അർപ്പിക്കുന്നു. യോശുവ ഇങ്ങനെ പറഞ്ഞ്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറകളെല്ലാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരായി മാറുവാൻ, നമ്മുടെ തലമുറകളെല്ലാം ദൈവത്താൽ ചലിക്കപ്പെടുന്നവരായി മാറുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവിക അഭിഷേകം ചുമക്കുന്ന കുഞ്ഞുങ്ങളായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഡോക്ടറോ എഞ്ചിനീയറോ എന്തും ആയിക്കോ, പക്ഷേ രാവിലെ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യണം. വൈകിട്ട് കർത്താവിന് വേണ്ടി സ്റ്റേജുകളിൽ നിന്ന് ദൈവം തന്ന കഴിവനുസരിച്ച്, ദൈവം തന്ന ടാലന്റ് അനുസരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെങ്കിൽ അതിൽ പരമായ സന്തോഷം നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. ഇന്ന് സഭയിലെ വചന ശുശ്രൂഷ ഇതായിരുന്നു. ഏലീശ മരിച്ചുപോയി, പക്ഷേ വീടിന്റെ അകത്ത് കടം വന്നു. പക്ഷേ ഏലീശ പ്രവാചകന് മുമ്പിൽ പ്രവാചകൻ ശിഷ്യമാരിയായിരിക്കുന്ന ഭാര്യ വന്നിട്ട് പറയുകയാണ്, എന്റെ ഭർത്താവ് നിന്റെ ദാസനാണ്. ആ മനുഷ്യൻ മരിച്ചുപോയി ഏലീശ പ്രവാചകനോട് പറഞ്ഞു. പക്ഷേ ഏലീശ പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ വീട്ടിൽ എന്തുണ്ട്? പുള്ളിക്കാരത്തി പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. എണ്ണ എന്ന് പറയുന്നത് അഭിഷേകത്തെ കാണിക്കുക. ഭർത്താവ് മരിച്ചുപോയാലും ഭർത്താവിന്റെ കാലഘട്ടത്തെ മാത്രമല്ല ആരാധന നിൽക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയാലും ആരാധന തലമുറയായി കൈമാറുന്ന ഒരു വീടിനകത്ത് ദൈവ പ്രവൃത്തിയുടെ ചലനം വെളിപ്പെട്ടു. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതല്ല എന്റെ മെസ്സേജ്. പക്ഷെ അവിടെ നമ്മൾ ഇന്ന് പകൽ ഞങ്ങൾ ശുശ്രൂഷിച്ച ഭാഗം എങ്ങനെയായിരുന്നു. പക്ഷേ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ഓർക്കുക, അവിടെ നമ്മൾ കാണുന്നത് കടക്കാർ വന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നതാ. ഓർക്കുക, അവർക്ക് കടത്തിന് കുഞ്ഞുങ്ങളെ ലഭിച്ചത് കൊണ്ട് ഒരിക്കലും കടം മാറത്തില്ല. ഒന്നെങ്കിൽ അവർക്ക് ഫർണിച്ചർ എടുത്തുകൊണ്ട് പോകാം, ഇല്ലെങ്കിൽ ആടുമാടുകളെ പിടിച്ചുകൊണ്ട് പോകാം, ഇല്ലെങ്കിൽ ഒരു കാലാവധി പറഞ്ഞ് കുറച്ച് കാശ് മേടിക്കാം. പക്ഷേ തലമുറയെ ചോദിച്ചതിന്റെ പിന്നിലെ കാര്യം ഇതാണ്, അപ്പൻ ചുമന്ന അഭിഷേകം തലമുറ ചുമക്കുവാൻ ശത്രു അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, നിന്റെ കാലഘട്ടങ്ങൾ കൊണ്ട് ആരാധന തീരുകയല്ല, നിന്റെ കാലഘട്ടങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ അഭിഷേകം ഇന്നു പോകുകയല്ല. നിന്റെ കാലം കഴിഞ്ഞാല് നീ ചുമക്കുന്ന ഈ അഭിഷേകം ഇന്ന് രാത്രികാലം എന്റെയും നിങ്ങളുടെയും തലമുറകൾ ചുമക്കുന്നവരാണെങ്കിൽ അതിൽ പരമായ സന്തോഷം, അതിൽ പരമാകുന്ന പ്രത്യാശ, അതിൽ പരമാകുന്ന ദൈവിക സന്തോഷം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും നമുക്ക് പറയുവാനില്ല. ഓർക്കുക, പക്ഷേ അവിടെ നമ്മൾ കാണുന്ന ഭാഗം എങ്ങനെയാണ്. പക്ഷേ എലീശ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പോകണം, വീട്ടിൽ ചെന്നിട്ട് വീടിന്റെ വാതിലടച്ച്, ഓർക്കുക, സമീപ പ്രദേശത്തുള്ള അയൽപക്കത്തെ വീടുകളിൽ നിന്നൊക്കെ കാലി പാത്രങ്ങൾ വാങ്ങി വെക്കണം. പക്ഷേ അമ്മ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കുഞ്ഞു വീട്ടിലിരിക്കുകയായിരുന്നു. 2 കുഞ്ഞുങ്ങളും അമ്മയുടെ കൂടെ എലീശ പ്രവാചകന് മുമ്പിലേക്ക് പോയി. ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരു ദൈവ പ്രവൃത്തി എന്ന് പറഞ്ഞ കട മാത്രം മാറ്റുക, അടുത്ത തലമുറയ്ക്കും ദൈവം ഒരു ശേഷിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഞാനും നിങ്ങളും ഇന്ന് രാത്രികാല തലമുറകളുമായി കഷ്ടം സഹിച്ച് ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ച് കാലാവസ്ഥകളെ അവഗണിച്ചുകൊണ്ട് ആലയത്തിനകത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രികാലം എനിക്ക് മാത്രമല്ല എനിക്കും എന്റെ തലമുറകൾക്കോ ഇന്ന് രാത്രികാല ശേഷിപ്പ് കരുതി വെച്ചിരിക്കുന്ന ഒരു നല്ല കർത്താവിന്റെ പ്രസൻസ് ഇന്ന് രാത്രികാലം ഈ ആലയത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്.
അതുകൊണ്ട് ഇന്ന് രാത്രികാലം മൗനതയോടെ ഇരിക്കുന്ന രാത്രിയല്ല, ഇന്ന് രാത്രികാലം ചിലത് കൈമാറുന്ന രാത്രിയായി മാറട്ടെ, ചിലത് ഇന്ന് രാത്രികാലം സ്വീകരിക്കുന്ന രാത്രിയായി മാറട്ടെ, ഇന്ന് രാത്രികാലം ചിലത് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, ആരാധന ശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ വീടിനകത്ത് മുഴങ്ങിക്കൊടുക്കുന്ന രാത്രികളായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളവിടെ കാണുന്ന എങ്ങനെയാണ്, കാലിപാത്രങ്ങളുടെ മുമ്പിൽ ഓർക്കുക, ഒന്നുമില്ലാതിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. തലമുറയുടെ മുമ്പിൽ ഓർക്കുക, കടഭാരം വന്നു, മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നു. പക്ഷേ മക്കളോട് പറയുകയാണ്, സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല, രക്തബന്ധങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കടം മാത്രം മാറത്തക്ക രീതിയിലുള്ള പ്രതിസന്ധികളല്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നാളെ നിങ്ങളെ എങ്ങനെ വളർത്തുമെന്നുള്ള ചോദിച്ചിട്ടും എന്റെ അകത്തുണ്ട്. പക്ഷേ ഇന്ന് രാത്രികാല മുട്ടുമടക്കി കണ്ണുനീരോടെ വാലി വീടിനകത്ത് പ്രാർത്ഥിച്ച അവരുടെ ഹൃദയത്തിന്റെ വിചാരത്തെ നല്ലവണ്ണം അറിയുന്ന കർത്താവ് ആ വീടിനകത്ത് തലമുറയ്ക്കും ഒരു ശേഷിപ്പ് വെച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ദീർഘവീക്ഷണത്തോടെ പ്രത്യാശയോടെ ഇന്ന് രാത്രികാലം അവന്റെ കാൽക്കളിൽ നിന്ന് കരയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ദൈവം തന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിറവുണ്ടാകത്തുള്ളൂ. ദൈവം തന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനുള്ളൂ. ഓർക്കുക, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആ ഒരു പ്രത്യാശയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. തുടർന്ന് ദൈവീയ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ ഇന്ന് രാത്രികാലം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തല ഉള്ള വാളാണ്. അത് ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെങ്കിൽ ഇന്ന് രാത്രികാലം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ശക്തി പകരുവാൻ, ബല പകരുവാൻ കർത്താവ് കൃപ നൽകട്ടെ. 37:1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ഇടയിൽ കൂടി എന്നെ ചുറ്റിച്ചു നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു, ഏറ്റവും ഉണങ്ങിയും ഇരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന യെഹെസ്കേൽ പ്രവാചകനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് പറയുകയാണ്, നീ അസ്ഥി താഴ്വരയിലേക്ക് പോകണം. ഒരു ദർശനമാ, ഒരു സ്വപ്നമാ, ഒരു കാഴ്ചപ്പാട് ദൈവം വ്യക്തമായി സംസാരിക്കുക. അവർക്ക് വിശ്വാസികളില്ല, അവിടെ അവർക്ക് ബന്ധുമിത്രാദികളില്ല, സ്പോൺസർ ചെയ്യുവാൻ ആരുമില്ല. പക്ഷേ യെഹെസ്കേൽ പ്രവാചകൻ അവിടെ ചെല്ലുന്നത് ഒരു അഭിഷേകം ചുമന്നുകൊണ്ട്. എന്തിനാണ്? ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം അവനെ താഴ്വരയിൽ നിർത്തിയത്. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങുന്നതിന്റെ പിന്നിലെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്കും നിൽക്കുവാൻ കഴിയാത്ത താഴ്വരയിൽ ദൈവം നിന്നെ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. പലരും താഴ്വരയിൽ പട്ടുപോയപ്പോൾ, പലർക്കും ചെയ്യുവാൻ കഴിയാത്ത ശുശ്രൂഷ ബാക്കി വെച്ച് മടങ്ങിപ്പോയപ്പോൾ, ഇന്ന് രാത്രികാല ദൈവ ശബ്ദം കേട്ട് ചലിക്കുന്ന എന്നോട് നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ആർക്കും നിൽക്കുവാൻ കഴിയാത്ത താഴ്വരയിൽ ദൈവത്തിന് എന്നെയും നിങ്ങളെ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ശബ്ദത്തിന് മുമ്പിൽ ഇന്ന് രാത്രികാലം അനുസരിക്കുവാൻ തയ്യാറാ? എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ആ താഴ്വരയിലേക്ക് ദൈവിക പദ്ധതിക്ക് വേണ്ടി വിധേയപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രികാല ചിലതിനെ നീവരെ നിർത്തുവാൻ എന്നെയും നിങ്ങളെയും ദൈവം എഴുന്നേൽപ്പിക്കും. ഓർക്കുക, ദൈവം ഒരു താഴ്വര കാണിക്കുക. ദൈവം ഓർക്കുക, ആ ദേശത്തെ കുറിച്ച് അവനൊരു വെളിപ്പാട് കൊടുക്കുക. ആ മനുഷ്യൻ ഓർക്കുക, അഭിഷേകം ചുമന്ന് ആ താഴ്വര ചെന്ന് നിന്നപ്പോൾ അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അവയുടെ ഇടയിൽ കൂടെ ഓർക്കുക, പരിശുദ്ധാത്മാവ് തന്നെ ചുറ്റിച്ച് നടത്തുവാനിടയായി മാറി. രണ്ട്, നമ്മളവിടെ കാണുന്നത് അത് ഏറ്റവും ഉണങ്ങിയിരുന്നു. പക്ഷേ ഒന്ന് ഞാൻ പറയാ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മുല്ലപ്പൂ ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം.
ഓർക്കുക, അഭിഷേകം ചുമന്നവൻ താഴ്വരയിൽ ഇറങ്ങിയപ്പോൾ ഉണങ്ങിപ്പോയ അസ്ഥിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ചലനം വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രി നീ ഒരു പട്ടണത്തിൽ ഇറങ്ങി നിന്നാൽ, നീ ഒരു വീട്ടിൽ ചെന്നാൽ, നീ ഒരു ജോലി സ്ഥലത്ത് നിന്നാൽ, ഇന്ന് രാത്രികാല ആരിലും ചുമക്കാത്തൊരു വ്യത്യസ്തമാകുന്ന അഭിഷേകം നിന്നിലുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഉണങ്ങിപ്പോയ ചിലതിനെ, ചത്തുപോയ ചിലതിനെ, ജീവനില്ലാത്ത ചിലതിനെ ഇന്ന് രാത്രികാലം നിന്നിലൂടെ ചിലതിനെ ജീവൻ പ്രാപിപ്പിക്കുവാൻ, നിന്നിലൂടെ ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നിലൂടെ ചിലതിനെ ഇന്ന് രാത്രികാലം ഇവരെ നിർത്തുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ കൈമാറിയാൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് അത് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് ഇന്ന് രാത്രികാലം ആരാധന കൊടുക്കുവാൻ തയ്യാറാകും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം മനസ്സിലാക്കുക. അതിന് മൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആ പ്രവാചകൻ ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ച്. അതിന് ആ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇതാണ്, കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് രാത്രികാലം ചിലതിന്റെ നടുവിലൂടെ നിന്നെ ചുറ്റിച്ചു നടത്തുന്നത്, ചില താഴ്വരകൾ ദൈവം നിന്നെ ഇറക്കുന്നത്, ചില കോണ്ടക്റ്റുകൾ ദൈവം നിനക്ക് തരുന്നത് നീ അവരെ പോലെ ആകുവാനല്ല, നിന്നെ പോലെ മറ്റുള്ളവർ മടങ്ങി വരുവാൻ. നീ ചുമക്കുന്ന അഭിഷേകം, നീ ചുമക്കുന്ന സന്തോഷം, നീ പ്രാപിച്ച ദൈവശക്തി ഇന്ന് പകൽക്കാലം ചിലരെ വിവേചിക്കുവാൻ ദൈവം ചില താഴ്വരയിലൂടെ കടത്തിവിടുമ്പോൾ ഇന്ന് രാത്രികാലം തിരിച്ചറിയുക. ദൈവ ശബ്ദത്തിന് വേണ്ടി ഇന്ന് രാത്രികാലം കാതോർക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാണ്. ആ മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യം അതാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനു ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ എന്നോട് കൽപ്പിച്ചത് ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. ഓർക്കുക, പരിശുദ്ധാത്മാവ് തന്നോട് പറയുകയാണ്, നീ അറിയുന്നു. ഓർക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നീ അറിയുന്നു. പക്ഷേ ആ ചോദ്യത്തിന് മുമ്പിൽ പരിശുദ്ധമാത്മാവ് തിരിച്ചൊരു മറുപടി അഭിഷേകത്തിന് കൊടുക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഈ അസ്ഥിയോട് എന്ത് ചെയ്യണോ? നീ പ്രവചിക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഇന്ന് രാത്രി താടിക്ക് കൈകൊടുത്തിരിക്കുന്ന രാത്രിയല്ല, ഇന്ന് രാത്രിക്കാല ജീവനില്ലാത്തത്, ശക്തിയില്ലാത്തത്, ബലഹീനമായത് ചിലതിന് മുമ്പിൽ ഇന്ന് രാത്രിക്കാലം നീ മൗനതയോടെ ഇരിക്കുകയല്ല. ഇന്ന് രാത്രിക്കാലം ചിലതിനെ നോക്കി ഇന്ന് രാത്രിക്കാല ആത്മാവിൽ ദൂത് പറയുക. ഇന്ന് രാത്രിക്കാല വിവേചന വരത്തോടെ ഇന്ന് രാത്രിക്കാല ഇലയറിഞ്ഞു വയററിഞ്ഞ് ആവശ്യമറിഞ്ഞ് ഓരോ വ്യക്തിയുടെ നിലവാരം മനസ്സിലാക്കി ഇന്ന് രാത്രിക്കാലം അങ്ങനത്തെ വ്യത്യസ്തമാവുന്ന ശുശ്രൂഷയിലേക്ക് ഇന്ന് രാത്രിക്കാലം എന്നെയും നിങ്ങളെയോ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, യഹോവ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, നീ അവയോട് എന്ത് ചെയ്യണം? പ്രവചിക്കണം. ഓർക്കുക, ഒരു വിവേചന വരം എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും ഒന്നും നമുക്കറിയില്ല. എല്ലാവരും ക്ലീൻ ഷേവ്, വെള്ള ഷർട്ട്, വെള്ള പാന്റ്, ബൈബിളൊക്കെ നല്ലവണ്ണം പ്രസംഗിക്കും. പക്ഷേ അകം വായിക്കുവാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ നാം ചൂഷണത്തിൽ വിധേയപ്പെടുവാനിടയായി മാറും. നമുക്കറിയാം, പൗലോസും സീലാസും ഓർക്കുക, പൗലോസും അതുപോലെ കർത്താവ് തന്റെ ഭക്തനും കൂടെ ഓർക്കുക, ആലയത്തിനകത്ത് ചെല്ലുന്ന സമയത്ത് ലക്ഷണം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. കറക്റ്റ് ദൂതാ പറഞ്ഞത്, പക്ഷേ ദുരാത്മാവിലാണ് കാര്യം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം അവർക്ക് തിരിച്ചറിവുണ്ടാകില്ലെങ്കിൽ ആലയത്തിനകത്തും അന്ധകാര ശക്തി കയറ്, വീടിനകത്ത് അന്ധകാര ശക്തി കയറ്. പക്ഷേ ഇവിടെ പ്രവാചകന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പുറമെയല്ല നീ കാണരുത്, അകം വായിക്കുന്ന ഒരു ശുശ്രൂഷ ഞാൻ നിനക്ക് തരുവാൻ പോകുക. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഏറ്റെടുക്കുവാൻ തയ്യാറാ? ഇന്ന് രാത്രികാലം പുറച്ചട്ടിയല്ല നീ ഇന്ന് രാത്രികാലം കണ്ടു മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാത്രികാലം ഓരോ വ്യക്തികളെ ആത്മാവിൽ വിവേചിച്ച് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രികാലം വിവേചനത്തിന് ഒരു വരത്തിന്റെ ശുശ്രൂഷ എന്നിൽ നിന്നിൽ പകർന്നാൽ ഒന്ന് നമുക്ക് ഉറപ്പാണ്, ഒരു വ്യക്തിക്കും ഓർക്കുക, നമ്മളെ ഓർക്കുക, ഒരു വ്യക്തികൾക്ക് നമ്മളെ ഇന്ന് രാത്രികാലം ചൂഷണം ചെയ്യുവാൻ കഴിയാതെ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കുവാനിടയായി മാറും. അതിന് അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ന്യൂനതകൾ മനസ്സിലായി. അതാണ് പ്രവാചകൻ.
മനസ്സിലാക്കുക. രോഗി ഡോക്ടറോട് രോഗം പറയുമ്പോഴല്ല രോഗം മാത്രം നിർണയിക്കേണ്ടത്. രോഗി പറയാത്ത രോഗമോട് ഡോക്ടർ അവർക്ക് കണ്ടുപിടിച്ചുവെങ്കിൽ ആ ഹോസ്പിറ്റല് ആ ഡോക്ടർ നല്ലതാണ്. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ വിശ്വാസം വരുത്തും. ഓർക്കുക, ശത്രുവിന്റെ ആഗ്രഹം ഓർക്കുക, താഴ്വരെ നീ പൊങ്ങരുതെന്നാ. ശത്രുവിന്റെ ആഗ്രഹം നീ അസ്ഥി കൂമ്പാരമായി നടക്കണമെന്നാ. പക്ഷേ അഭിഷേകത്തിന്റെ ആഗ്രഹം, പ്രവാചകന്റെ ആഗ്രഹം, ദൈവം അയച്ച ദൈവത്തിന്റെ പദ്ധതിയുടെ ആഗ്രഹം, ആ താഴ്വരയിൽ നീ ചലിക്കുന്നവനായി മാറണം. ഇന്നലകളിൽ നീ ചലിക്കാതെ അതേ താഴ്വരയിൽ കിടന്നുവെങ്കിൽ അതേ താഴ്വരയിൽ ഒരു കാറ്റടിപ്പിക്കുവാൻ ദൈവം ശക്തനാ. ഇന്ന് രാത്രികാലം എത്ര പേർ ഉറപ്പുണ്ട്? ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, അവൻ ഞാൻ ശ്വാസം വരുത്തുമെന്ന് യഹോവയായ കർത്താവ് അവരോട് അരുളി ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമുക്കൊന്ന് കേൾക്കുവാൻ, നമുക്കൊന്ന് ഉണരുവാൻ, നമുക്കൊന്ന് മടങ്ങി വരുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രി നമുക്ക് നല്ലവണ്ണം ഉറപ്പുണ്ട്, നമ്മളിൽ ശ്വാസം വന്നാൽ ചിലത് ചലിക്കുവാനിടയായി മാറും. 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഇപ്പോൾ ഷേപ്പില്ല, ഇപ്പോൾ ഭംഗിയില്ല. ഓർക്കുക, എല്ലാവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെട്ടവളായി, എല്ലാവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെട്ടവനായി പരസ്യക്കോലമായി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഞാൻ ഇങ്ങനെ തല താഴ്ത്തുക, ഇങ്ങനെ പരസ്യക്കോലമായി മാറുക, ഇങ്ങനെ താഴ്വരെ മറ്റുള്ളവർ മുമ്പിൽ ചോദിച്ചിഹ്നമായി മാറുക ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. എനിക്കൊരു പദ്ധതിയുണ്ട്. നിങ്ങളെ ഞാൻ ഞരമ്പ് പിടിപ്പിക്കോ, നിങ്ങളെ ഞാൻ തൊക്ക് പിടിപ്പിക്കോ, നിങ്ങളെ ഞാൻ തൊക്ക് കൊണ്ട് പൊതിയോ. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട അതേ വ്യക്തിത്വത്തെ ഇന്ന് രാത്രി ഞാൻ തിരികെ തരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി നഷ്ടപ്പെട്ട ആരാധന, നഷ്ടപ്പെട്ട ഉപവാസം, നഷ്ടപ്പെട്ട ദൈവമായിട്ടുള്ള ബന്ധം ഇന്ന് രാത്രിക്കാലം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഈ 6-ാം മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രിക്കാലം നഷ്ടപ്പെട്ട ചിലത് തിരികെ പിടിക്കുന്ന രാത്രിയായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഓർക്കുക, ഒരുവൻ താഴ്വരയിൽ ഇറങ്ങിയപ്പോൾ എത്രമാത്രം മാറ്റമാണെങ്കിൽ തേജസ് വാരിച്ചുറ്റിയ കർത്താവ് ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നാൽ എത്രയധികമാണ് മാറ്റം, എത്രയധികമാണ് നിന്റെ തലമുറയ്ക്ക് മാറ്റം, എത്രയധികമാണ് നിന്റെ ബിസിനസിന് മാറ്റം, എത്രയധികമാണ് നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിന് മാറ്റം, എത്രയധികമാണ് നീ തൊടുന്ന മേഖലകൾ, നീ വിതയ്ക്കുന്ന മേഖലകൾ, എത്രയധികമായി ഇന്ന് രാത്രികാലം ദൈവത്തിന് ചെയ്തെടുക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം അവിശ്വാസത്തിന്റെ രാത്രിയല്ല, ഇന്ന് രാത്രികാലം ഉയരത്തിലേക്ക് ദർശനത്തിനെയും സ്വപ്നത്തിനെയും ഇന്ന് രാത്രികാലം ഒരു നല്ല ഒരു ദിനത്തിന്റെ രാത്രിയായി മാറുവാൻ ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ പകരുവാനിടയായി മാറും. ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുവാനിടയായി മാറും. ദൈവിക പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി മാറും. 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് കൽപ്പിച്ചതുപോലെ 7-ാം വാക്യം, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് ഒരു പ്രവചനം തുടങ്ങിയപ്പോൾ, വിവേചനത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോൾ, ആരാധനയിലേക്ക് ഇറങ്ങിയപ്പോൾ ആരാധന പുറകിൽ ഒരു ഭൂകമ്പമുണ്ടായി. ലോകത്തിന്റെ ഭൂകമ്പമല്ല, ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയുക, ശത്രു അടച്ചു വെച്ച ചിലതിന് ദൈവം ഇന്ന് രാത്രിക്കാലം ഓപ്പൺ ചെയ്തതുപോലെ ദൈവത്തിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ, ആരാധന വെളിപ്പെട്ടപ്പോൾ, വചന ശുശ്രൂഷ ശക്തിയായി വെളിപ്പെട്ടപ്പോൾ, വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ഇന്ന് രാത്രിക്കാലം ചില ഭൂകമ്പം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച് ചില വിടുതൽ പ്രാപിച്ച് താഴ്വരയിൽ എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രികാലം ഒരു വിടുതലിന്റെ രാത്രി ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ചെയ്തെടുക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാ, ദൈവിക വിടുതൽ സംഭവം ഭയങ്കരമാ. അവർക്ക് ആരാധന പിന്നിൽ ഭൂകമ്പം നടന്നു.
ആരാധന പിന്നിൽ, പ്രവചനത്തിന്റെ പിന്നിൽ ഓർക്ക ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു കരച്ചലിച്ചു. അത് മാനുഷികരമല്ല, ദൈവിക കരമാണ്. ഒന്ന് ഞാൻ പറയാ, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ഒരുവനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഏതോ താഴ്വരയിൽ കിടന്നാല് നീ വിളിക്കാതെ തന്നെ നിന്നെ വിടുവിക്കേണ്ട സമയമാകുമ്പോ ഏതെങ്കിലും അഭിഷക്തന്മാരെ ദൈവം നിന്റെ അരികിലേക്ക് പറഞ്ഞയച്ച് നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നെ തിരക്കി വന്ന് വിടുവിക്കേണ്ട സമയമാകുമ്പോൾ ദൈവം അത് കൃത്യമായി ചെയ്യുവാനിടയായി മാറും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാല നിരാശപ്പെടേണ്ട രാത്രിയല്ല, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ഇന്ന് രാത്രിക്കാല ക്ഷമയോടെ കാത്തിരിക്കുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ദൈവം അയച്ചിട്ട് വന്നതാണ് യെഹെസ്കേൽ പ്രവാചകൻ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ പോകണം. നിങ്ങൾ അവിടെ ചെല്ലുമ്പോ ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയും ഇനിയും കെട്ടിയിരിക്കുന്നത് കാണാം. അതിനെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരണം. ഓർക്കുക, ആരെങ്കിലും ഇത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിന് ഇതിനെ ആവശ്യമുണ്ടെന്ന് പറയുക. പലരും അഴിക്കുവാൻ നോക്കിയിട്ട് അഴിക്കുവാൻ പറ്റിയില്ല. പലർക്കും ഓർക്കുക, അതിനോട് ദയ തോന്നി, കരുണ തോന്നി, മനസ്സലിവ് തോന്നി. പക്ഷേ പലരും ഓർക്ക് അഴിക്കുവാൻ ശ്രമിച്ചിട്ട് പറ്റാതെ വന്നപ്പോൾ, നിരാശരായി മാറിയപ്പോൾ ദൈവം അയച്ചവൻ അത് കൃത്യമായി അഴിച്ച് അതിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, പലർക്കും ചെയ്യുവാൻ കഴിയാത്ത ചില ശുശ്രൂഷകൾ ഇന്ന് രാത്രിക്കാല താഴ്വരൽ ഇന്ന് രാത്രിക്കാല ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലരെ ഇന്ന് രാത്രിക്കാല ദൈവം ചിലത് ഏൽപ്പിക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് രാത്രിക്കാല തിരിച്ചറിയുക, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇന്ന് രാത്രിക്കാല ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ എന്നെയും നിങ്ങളെയും ദൈവം ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാല തിരിച്ചറിയുക, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ താഴ്വരയിൽ തകർന്നു പോകത്തില്ല. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്. ഭക്തൻ പാടിയ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ കവിയുകില്ല, അഗ്നിയാതിൽ നാളമെത്താം ആഴിവേ നടക്കുന്നതാ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ കവിയുകില്ല, അഗ്നിയാതിൽ നാളമെത്താം ആഴിവേ നടക്കുന്നതാ. ദൈവത്തിൻ തോറ്റം ഉല്ലാസഘോഷോ മറ്റേരി കൂടാരത്തെ പൊതുനീരു ഭക്തരാജന സേനയിൽ വീരന അമയക്കാരവർക്കെന്തുമേ. ഭക്തരാജന സേനയിൽ വീരന അമയക്കാരവർക്കെന്തുമേ. പാതാളമേ മലിനമേ നിന്നോട് ജയമില്ലേ, കുഞ്ഞാത്തിനോ കൊട്ടരൻ സംഘച്ച സംസാരത്തിൽ കാണുന്നു പോ. പാതാളമേ മലിനമേ നിന്നോട് ജയമില്ലേ, കുഞ്ഞാത്തിനോ കൊട്ടരൻ ദൈവത്തിൻ കോട്ടം ഉല്ലാസഘോഷോ മറ്റേരി കൂടാരത്തിലെത്തും പുതുജീവോ. ഭക്തരാജനാ സേനയിൽ വീരനാ അമയക്കാരവർക്കെന്തുമേ. ഭക്തരാജനാ സേനയിൽ വീരനാ അമയക്കാരവർക്കെന്തുമേ. ഭക്തരാജനാ സേനയിൽ വീരനാ അഭയക്കാരവർക്കെന്തുമേ. അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കാൻ. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയരുത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ ലിഖിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേലൂതുക. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: കാറ്റിനോട് എന്ത് ചെയ്യണം? നീ പ്രവചിക്കണം.
ഓർക്കുക, ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഇവരിൽ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ നിഹതന്മാർ എന്ത് ചെയ്യണം? ജീവിക്കേണ്ടതിന് അവരുടെ മേൽ എന്ത് ചെയ്യണം? ഊതണം. ഓർക്കുക, ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം എങ്ങനെയാണ്? ഇവരെ എഴുന്നേൽപ്പിക്കുവാൻ, ഇവരെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുക. ഒരു കാറ്റ് പ്രാർത്ഥിക്കുന്നവൻ, ഓർക്കുക, വചനം സ്വീകരിക്കുന്നവൻ, അനുസരിക്കുന്നവന് കാറ്റ് അനുകൂലമായി മാറുമ്പോൾ, ഓർക്കുക, യോനോട് ചോദിച്ചാൽ പറയൂ, എനിക്ക് അടിച്ച കാറ്റ് അനുകൂലത്തിന് കാറ്റല്ലായിരുന്നു, എനിക്ക് അടിച്ച കാറ്റ് പ്രതികൂലത്തിന് കാറ്റ്. എന്തിനാ യോനായി നിനക്ക് പ്രതികൂലത്തിന് കാറ്റടിച്ചത്? നിനവേക്കെതിരെ പ്രസംഗിക്കുവാൻ പറഞ്ഞു, പക്ഷേ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ, ഓർക്ക, നിനവേക്ക് പ്രസംഗിക്കേണ്ട ഞാൻ, ഓർക്ക, തർസീസിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അടിച്ചത് യോനായ്ക്ക് അനുകൂലമല്ലായിരുന്നു, സമുദ്രത്തിൽ വലിയൊരു പെരുങ്കാറ്റടിപ്പിച്ചു. പക്ഷേ ഒന്ന് ഞാൻ പറയാ, ഒരു കാറ്റ് അവനെ അടിച്ച്, ഓർക്കുക, അവന് വേദന പിടിക്കുമ്പോൾ മറുകരം കൊണ്ട് ഒരു മത്സ്യത്തെ ദൈവം അവനെ കരുതി സൂക്ഷിക്കുവാൻ, സമുദ്രത്തിൽ മറ്റൊരു തിമിംഗലത്തെ ദൈവം കരുതുവാനിടയായി മാറി. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അവൻ ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവൻ നമ്മളെ തലോടുന്ന ദൈവം കൂടെയാണ്. ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയുക, അവൻ നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമാണ്, അന്നപ്പോൾ തന്നെ അവൻ നമ്മളെ തലോടുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയുക, യോനായുടെ മടങ്ങിവര് നിനവേയുടെ മാനസാന്തരമാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയുക, ഒരുവൻ അനുസരണത്തോടെ അവൻ യാത്ര ചെയ്തപ്പോ ആ കാറ്റ് അവന് പ്രതികൂലമായി മാറിയപ്പോൾ, ഒരുവൻ ദൈവശബ്ദം താഴ്വരയിലേക്ക് കേട്ട് അവൻ ഇറങ്ങി ചെന്നപ്പോൾ അതേ കാറ്റ് ചിലരെ എഴുന്നേൽപ്പിക്കുവാനിടയായി മാറി. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അവിടെ ഒരു ദൈവ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുകയാണ്. 9-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം, മനുഷ്യപുത്രാ, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യമാണ്, നേരത്തെ ഇത് ഉണങ്ങിയ അസ്ഥികളായിരുന്നു, അതിന് ഞരമ്പില്ല, അതിന് മാംസമില്ല, അതിന് ത്വക്ക് കൊണ്ട് പൊതിഞ്ഞില്ല. പക്ഷേ ഇതെല്ലാം നടന്നു, പക്ഷേ ഒന്നുറപ്പ, അകത്ത് ശ്വാസമില്ല. വിശ്വാസി നമുക്കറിയാം, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയെ നമുക്കറിയാം, മരിച്ചതാണോ എന്ന് ചോദിച്ചാൽ മരിച്ചതല്ല, ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനില്ല. അങ്ങനത്തെ ഒരു വിശ്വാസിയല്ല ദൈവത്തിന് ആവശ്യം. ത്വക്കുകൊണ്ട് പൊതിഞ്ഞു, ഓർക്കുക, അസ്ഥികൾ മേൽ ഓർക്കുക, ത്വക്കുകൊണ്ട് പൊതിഞ്ഞു, അവിടെ ഞരമ്പ് വന്നു, എല്ലാം വന്നു, പക്ഷേ അകത്തു ശക്തിയില്ലെങ്കിൽ മരിച്ചുപോയ ഒരു ഡെഡ് ബോഡിയുടെ തുല്യമാണ്. പക്ഷേ ഇന്ന് രാത്രിക്കാലം അകത്തു ജീവനില്ലാത്തവനെയല്ല ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. ഇന്ന് രാത്രിക്കാലം അകത്തു ശക്തി, അകത്ത് കാറ്റ്, അകത്തു ജീവനുള്ള ചിലതിനെയാണ് ഇന്ന് രാത്രിക്കാലം താഴ്വരയിൽ നിന്നത് ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാനിടയായി മാറുന്നത്. അതുകൊണ്ട് തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, അകത്തൊരു കാറ്റടിക്കുവാനിടയായി മാറി. ഓർക്കുക, അത് പരാജയത്തിന്റെ കാറ്റല്ല, അത് ഓർക്കുക, നിരാശയുടെ കാറ്റല്ല. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ ഓർക്കുക, റോമൻ ഗവൺമെന്റ് ഓർക്കുക, അവനെ റോമൻ ഗവൺമെന്റ് മുദ്ര കൊണ്ട് ഓർക്ക സീൽ ചെയ്ത് കല്ലുകൊണ്ട് അത് മൂടി വെച്ചു. പക്ഷേ ഇന്ന് രാത്രിക്കാലം ഒരു കൊടുങ്കാറ്റെന്ന പോലെ വെണ്മവസ്ത്രം ധരിച്ച ദൂതൻ ഇറങ്ങി വന്ന് ആ കല്ലിനെ ഉരുട്ടി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രിക്കാലം താഴ്വരയിൽ അടിക്കുന്ന കാറ്റ് ഇന്ന് രാത്രി ശത്രുവിന് പ്രകരമായി മാറുമ്പോൾ, ശത്രുവിന് ഭയമായി മാറുമ്പോൾ, അവന്റെ പദ്ധതികളെ പൊടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന് ആ കാറ്റ് അനുകൂലമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, ചില കാറ്റുകൾ അടിക്കുന്നത് നിന്നെ നശിപ്പിക്കുവാനല്ല, ഇന്ന് രാത്രിക്കാലം നിന്നെ, നിന്റെ തലമുറകളെ അതേ താഴ്വരയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് അകം നിറഞ്ഞ ദൈവത്തെ ഇന്ന് രാത്രിക്കാലം സ്തുതിക്കുവാനിടയായി മാറും. അതുകൊണ്ട് തിരിച്ചറിയുക, അവരുടെ മധ്യത്തിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആത്മശക്തി വെളിപ്പെടുവാനിടയായി മാറി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കണ്ട, ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുവാൻ പോവുകയാണ്. 120 പേര് മർക്കോസിന്റെ മാളിയ മുറിക്കകത്ത് ഒരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓർക്കുക, മർക്കോസിന്റെ വീടെന്ന് പറയുന്നത് ചെറിയ വീടല്ല, ഓർക്കുക, സമൃദ്ധിയുള്ള മനുഷ്യനും 120 പേര് ഒന്നിച്ചിരുന്ന് ഓർക്ക, മുഖത്തോട് മുഖം നോക്കി ആത്മാവിൽ
ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഹാള്. അങ്ങനത്തെ ഒരു ഹാള് നമുക്കില്ല അല്ലേ? നമ്മുടെ വീടിന് നമുക്ക് പരിമിതികളുണ്ട്. 50 100 പേര് താഴെ ഇരിക്കാം. പക്ഷേ 120 പേര് ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഓർക്കുക, പരിസരം വരുത്താനും കാര്യമില്ല, നാട്ടുകാർ ഒച്ചപ്പാടെന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞാലും സാധ്യമില്ല. പക്ഷേ ഓർക്കുക, 120 പേർക്ക് വേണ്ടി വീട് തുറന്നിട്ടൊരു ദൈവ പ്രവൃത്തി ആ വീടിനകത്ത് കണ്ട് ജീവിക്കുന്ന ദൈവത്തെ ആ പട്ടണത്തെ വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രിക്കല 6-ാം മാസമോ ഇന്ന് രാത്രിക്കല ചില പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ വരുമ്പോൾ ഇന്ന് രാത്രിക്കാല നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ ഒരു അസാധാരണമാകുന്ന മനുഷ്യനാക്കി ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാല തിരിച്ചറിയുക. ദൈവത്തിന്റെ കരം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുവാനിടയായി മാറും. 120 പേര് മുട്ടിമേൽ പ്രാപിച്ച് അഭിഷേകത്തിന് മുമ്പിൽ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ദൈവം അവരുടെ അഭിഷേകത്തിന് കരുത്ത് നൽകിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? പലയിടത്തും മുട്ടുമടക്കി ഇടത്തുന്നത് ഇന്ന് പകലക്കാലം മുട്ടുമേൽ നിന്ന് ആരാധിച്ച് പ്രാർത്ഥനയോടെ പോരാടിയ ഇന്ന് രാത്രിക്കാലം എവിടെയാണോ നിന്നെ ഒതുക്കിയത്, ഏതോ താഴ്വരയിലാണ് നീ പുറത്തു വരാതിരിക്കുവാൻ ശത്രുക്കൾ കനഞ്ഞു പ്രവർത്തിച്ചത്, അതേ താഴ്വരയിൽ തന്നെ ഇന്ന് രാത്രിക്കാലം നീ അറിയാതെ തന്നെ നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം വെളിപ്പെടുവാനിടയായി മാറും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി ഭയങ്കരമാണ്. അധികാരമുള്ളവൻ താഴ്വരയിൽ ഇറങ്ങിയാൽ, അഭിഷേകമുള്ളവൻ വീടിനകത്ത് ഇറങ്ങിയാൽ അഴിയാത്ത കെട്ടും അഴിയും, പൊട്ടാത്ത കെട്ടും പൊട്ടും. മോശയോട് ചോർച്ചാൽ പറയോ, യോർദാൻ നദിയുടെ ഓരത്ത് ഞങ്ങൾ വന്ന് നിൽക്കുക, മുമ്പിൽ വഴിയില്ല, മുമ്പിൽ സാധ്യതകളില്ല, മുമ്പിലും പുറകിലും ഓർക്കുക, ഇടത്തും വലത്തും പർവ്വതങ്ങളും അതുപോലെ തന്നെ ഓർക്കുക, ഇസ്രായേൽ ജനത്തെ തകർത്ത് കളയുവാൻ ഫറവോനും കൂട്ടരും പുറകെ വരിക. പക്ഷേ മോശ പോയ വഴിയിലൂടെ എല്ലാം ഓർക്കുക, ഫറവോനും കൂട്ടരും പിന്തുടർന്നു. എങ്ങനെയത് പിന്തുടർന്നു? അവർക്കറിയാം, ഏതെങ്കിലും കുറുക്ക് വഴിയിലൂടെ ചാടിയാൽ ഞങ്ങൾ വെട്ടിയ വഴിയിലൂടെ മാത്രമേ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. പക്ഷേ ഒന്ന് ഞാൻ പറയാ, എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ മേഖലകളും അടഞ്ഞു. ഫറവോൻ വെട്ടിത്തുറന്ന വഴിയിലൂടെ മോശ യാത്ര ചെയ്തപ്പോ ആരും വെട്ടിത്തുറക്കാത്ത വഴി മോശയോട് പറഞ്ഞു, നിന്റെ വടി നീ ഓർക്കുക, യോർദാന്റെ നേരെ വഴി നീട്ടുവാൻ പറഞ്ഞപ്പോ അതിനെ രണ്ടായി ദൈവം വിഭാഗിച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം ആർക്കും തുറക്കാത്ത വഴി നിനക്ക് തുറക്കണമെങ്കിൽ ഇന്ന് രാത്രികാലം ആ പൂട്ടി വെക്കുന്ന രാത്രിയല്ല, ഇന്ന് രാത്രികാലം നിന്റെ മുമ്പിൽ ഒഴുകി ഒലിക്കുന്ന യോർദാനെ നോക്കി ഇന്ന് രാത്രികാലം അധികാരത്തോടെ വിളിച്ചു പറയണം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം എന്റെ യാത്രക്കെതിരെ നിൽക്കുന്ന ചില ചെങ്കടലിന് ഇന്ന് രാത്രികാലം വഴി തുറന്നു തരണമെന്ന് ഇന്ന് രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയുവാൻ തയ്യാറായ ദൈവ ചില പദ്ധതികൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു തരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ചെങ്കടലിന്റെ ഓരത്ത് വന്ന് നിൽക്കുമ്പോൾ പട്ടൻ ചിന്തിച്ചു, വഴിയില്ല, എല്ലാം അടഞ്ഞു, പ്രതീക്ഷകളെല്ലാം തീർന്നു, 40 ലക്ഷം ജനവുമായി ഒന്നിച്ചു വെള്ളത്തിനടി മുങ്ങിച്ചാടും. പക്ഷേ ഇന്ന് രാത്രികാലം എനിക്ക് പറയുവാനുള്ളത്, വഴി ഓരത്തോർക്ക, ചെങ്കടലിലെ ഓർക്ക ഇന്ന് രാത്രികാലം കൊണ്ടെത്തിച്ചിട്ട് നിന്നെ പ്രതിസന്ധിയുടെ മുമ്പേ തള്ളിയിട്ടിട്ട് മാറിയിരിക്കുന്ന ദൈവമല്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്ന് രാത്രികാലം മോശെ നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെറിയതാണെങ്കിലും ഇന്ന് രാത്രികാലം നിന്റെ നാവിലൂടെ പുറപ്പെടുന്ന വാക്കിന്റെ ശക്തി അത് ഏറ്റവും വലുതാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് രാത്രികാലം നിന്നിൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷ ചെറുതാണെങ്കിലും ഇന്ന് രാത്രികാലം ആത്മാവിൽ കത്തിച്ചാൽ, ഇന്ന് രാത്രികാലം ആത്മാവിൽ ഇന്ന് രാത്രികാലം അധികാരത്തോടെ പറഞ്ഞാൽ ആ വാക്കിന്റെ പുറകിൽ ചലിക്കുന്ന ഒരു ദൈവകരത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ഞാനും നിങ്ങള് ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് ഇന്ന് രാത്രികാലം നന്ദി കൊടുക്കുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാണ്. മോശയുടെ കരത്തിലേക്ക് ദൈവിക സാന്നിധ്യം ഇറങ്ങി, വടിക്കല്ലായിരുന്ന അധികാരം ആ വടിയിൽ വ്യാപരിച്ച് അഭിഷേകത്തിനാണ്. നമുക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥർ, സർക്കിൾ, DSP അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ നോക്കിയ അവരുടെ കയ്യിൽ ഒരു മുഴ നീളമുള്ള ഒരു വടിയുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ അധികാരത്തെ കാണിക്കുക. പോലീസിന്റെ കയ്യിലില്ല, അത് ലാത്തിയാണ്, അടിക്കുവാനുള്ളത്. പക്ഷെ ഇവർക്ക് ഈ സർക്കിൾ തൊട്ട് മേലോട്ടുള്ളവരുടെ കയ്യിലോർക്കുക ഒരു മുഴ നീളമുള്ള ഒരു വടിയുണ്ട്. അതിന്
പിന്നിൽ അടിക്കുവാനുള്ളതല്ല, അതൊരു അധികാരത്തെ സൂചിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാല ആരിലും ഇല്ലാത്ത ഈ അഭിഷേകം പ്രാർത്ഥിക്കുന്ന നിന്റെ കരത്തെ ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാല അത് കുഴിച്ചിടുന്ന രാത്രിയല്ല, ഇന്ന് രാത്രികാല അതിനെ ചെറുതായി കാണുന്ന രാത്രിയല്ല, ഇന്ന് രാത്രികാല ശത്രുവിന്റെ പാളയത്തിന് നേരെ ഇന്ന് രാത്രികാലം അധികാരത്തോടെ ഇന്ന് രാത്രികാല ചിലത് കൽപ്പിക്കുവാൻ തയ്യാറായ ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യുന്ന ഒരു രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാ, ദൈവിക വിടുതൽ ഭയങ്കരമാ, ദൈവത്തിന്റെ പ്രസൻസ് ഭയങ്കരമാ. പക്ഷേ വടി നീട്ടി എന്ന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ മോശ നോക്കിയപ്പോൾ വലിയൊരു വലിയൊരു കാറ്റടിക്കുക. പക്ഷേ ആ കാറ്റ് ഓർക്ക വെള്ളത്തെ കീറി മുറിച്ച് ഇടത്തും വലത്തും മാറ്റി നിർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നവനെ ഉണങ്ങിയ നിലത്തൂടെ കനാദേശത്ത് ദൈവം എത്തിച്ചുവെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, കാലിൽ ചള്ള പറ്റാതെ, കാലിൽ അഴുക്ക് പറ്റാതെ പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവത്തിന്റെ ഉള്ളംകരത്തിൽ ദൈവം വഹിച്ച് എത്തിക്കേണ്ട ഇടത്ത് ദൈവം എത്തിച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം വഴുതി പോകുവാൻ, തകർന്നു പോകുവാൻ, ഉടറി വീഴുവാൻ ദൈവം അനുവദിക്കാതെ ഇന്ന് രാത്രികാലം നിന്റെ മേൽ പിടിച്ചിരിക്കുന്ന കൊടി അത് സ്നേഹത്തിന്റെ കൊടിയാണെങ്കിൽ ഇന്ന് രാത്രികാലം അവൻ നിന്നെ എത്തിക്കേണ്ട ഇടത്തെത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഉടമന ശതരക വിഷമാനരത്തര മോശ തിരിഞ്ഞു നോക്കിയപ്പോൾ ചെങ്കടലിന്റെ ഇക്കരെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ അവർ കടന്നു വന്നതാ. പക്ഷേ അക്കരെ ചെന്നപ്പോഴാണ് അവർക്കൊരു വിശ്രമം ഉണ്ടായത്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഈ മണ്ണിലല്ല നിനക്ക് ആശ്വാസോ, ഈ മണ്ണിലല്ല നിന്റെ പ്രത്യാശ. മണ്ണ് വിട്ടുപോയാലോ തലയ്ക്ക് മീതെ ഒരു വീടുണ്ട്, അതാണ് നമ്മുടെ പ്രത്യാശ. ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു നല്ല നാള് നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, ഈ ഭൂമിയിലെ കഷ്ടതകളെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഇന്ന് രാത്രികാലം വരുവാനുള്ള ആ നിത്യത ഓർത്തു വേണം. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുവാൻ. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ, എന്നു ചേരുമോ, ഈ മാറുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ, ഈ മാറുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. യെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോ, വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടോവേ മനസ്സിൽ ബോധമേറുന്നേ, കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ, എന്നു ചേരുമോ, രാജപുരോഹിതൻ ആയവരവിടെ വാസം ചെയ്യുമേ, രാജപുരോഹിതൻ ആയവരവിടെ വാസം ചെയ്യുമേ. യെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോ, വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടോവേ മനസ്സിൽ ബോധമേറുന്നേ, ആനന്ദം കൊണ്ടോവേ
അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആരെങ്കിലും പ്രവചിച്ചിട്ട് പറയുക ഇവിടെ കഷ്ടമില്ലെന്ന് പറഞ്ഞ ഓർത്താൽ നമ്മൾ ചീറ്റിങ്ങിന് വിധേയപ്പെടും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, രണ്ടു വ്യക്തികൾ വീട് വെക്കുക. ഒരു വ്യക്തി മണലുമേൽ വീട് പണിയുക, മറ്റൊരു വ്യക്തി പാറമേൽ വീട് പണിയുക. ഈ രണ്ടുപേരും വീട് പണിയുമ്പോ രണ്ട് ഉദ്ദേശത്തോടെ പണിയുന്നത്. ഒരുവൻ വീട് എങ്ങനെയെങ്കിലും പണിത് കേറി താമസം കഴിഞ്ഞു താമസിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, പാറമേൽ വീട് പണിയുന്ന മനുഷ്യന് ദീർഘവീക്ഷണം ഭയങ്കരമാ. കൊടുങ്കാറ്റുണ്ടാകും, വൻമഴ ചൊരിയും, നദികൾ പൊങ്ങും, പക്ഷേ എന്റെ വീട് തകർന്നു പോകത്തില്ല. പക്ഷേ കാലവർഷം ഓർക്കുക, കാലഘട്ടം കഴിയുമ്പോൾ കാലവർഷം തെളിയിക്കും, കാറ്റടിക്കുമ്പോൾ ഏത് വീട് ഇവരെ നിൽക്കുമെന്ന് ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയുക. അകത്ത് ശക്തിയില്ലെങ്കിൽ, അടുക്കത്ത് കൃപയില്ലെങ്കിൽ, അകത്ത് അഭിഷേകത്തിന് ശക്തിയില്ലെങ്കിൽ പല വീടുകളും വിശ്വാസത്തെ പിന്തിരിഞ്ഞു പോകുമ്പോൾ, പല കുഞ്ഞുങ്ങളും വിശ്വാസത്തിൽ ഓർക്കുക പട്ടുപോകുമ്പോൾ, അകത്ത് ജീവനുള്ള വ്യക്തികൾക്ക് നല്ലവണ്ണം അറിയാം, ഈ കാറ്റ് എന്റെ ജീവിതത്തിൽ എത്ര ശക്തിയോടെ അടിച്ചാലോ, എത്ര ശക്തിയോടെ എനിക്ക് നേരെ ഉയർന്നാലോ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് തിരിച്ചറിയണം, ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ആരാധനയെ വലുതായി കാണുവാനിടയായി മാറണം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി മൃഗത്തെ ബലിയർപ്പിക്കണം. ആർക്കും കൈവീശി ആലയത്തിൽ വരുവാൻ നിയമമില്ല. ഓർക്കുക, സമ്പത്തുള്ളവൻ കാളയെ കൊണ്ട് യാഗമർപ്പിക്കുവാൻ വരുമ്പോൾ, ഇനിയും അതിലും വരുമാനമുള്ള മനുഷ്യനാണെങ്കിൽ ഒരു കോലാടിനെയോ ഒരു ആട്ടുകൊറ്റിനെയോ കൊണ്ട് യാഗമർപ്പിക്കണം. അതിനും ശേഷിയില്ലാത്ത, തൊഴിലുറപ്പിന് ബോധവരോ അല്ലെങ്കിൽ ഓർക്കുക യാതൊരു മാർഗമില്ലാത്ത വ്യക്തിക്ക് പാപപരിഹാരത്തിന് വേണ്ടി ഒരു കുറുമ്പാവിനെയെങ്കിലും യാഗമർപ്പിക്കണം. യാഗമർപ്പിക്കുമ്പോൾ ഓർക്കുക, യാഗപീഠത്തിൽ മാംസങ്ങൾ ഓർക്കുക കത്തുമ്പോൾ, മാംസം കത്തുമ്പോൾ ഓർക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അതിൽ ദുർഗന്ധം ഭവിക്കും. ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി മണ്ണെണ്ണ ദേഹത്തൊഴിക്കുന്നതിന് പിന്നെ തീ ഒന്ന് പിടിക്കുവാനാ, പിന്നെ മണ്ണെണ്ണയല്ല നിന്ന് കട്ടുന്നത്. ഓർക്കുക, ഡീസലോ പെട്രോളോ അല്ല നിന്ന് കട്ടുന്നത്. തീ പിടിച്ചു കഴിഞ്ഞാൽ ശരീരത്തോടെ പുറത്തൊലി മാറിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ നെയ്കൾ നിന്ന് കത്തുകയാ. ഓർക്കുക, അതാണോ ആ ഒരു മനുഷ്യന്റെ അസ്ഥി വരെ കരിച്ചു കളയുന്നത്. ഓർക്കുക, മണ്ണെണ്ണയോ പെട്രോളോ ഡീസലോ അല്ല, അത് പിന്നീട് കത്തുന്നത് ശരീരത്തിന്റെ നെയ്യാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പഴയ നിയമത്തിൽ മനുഷ്യന്റെ പാപ പരിഹാരത്തിന് വേണ്ടി മൃഗത്തെ ബലിയർപ്പിക്കുമ്പോൾ ഓർക്കുക, ചുറ്റുപാടുള്ളവർക്ക് ഈ മാംസം കത്തുമ്പോൾ ദുർഗന്ധമായി മാറും. പക്ഷേ പാപ പരിഹാരത്തിന് മുമ്പിൽ വരുന്ന മനുഷ്യന് നല്ലവണ്ണം ഉറപ്പുണ്ട്, നിങ്ങൾക്കത് ദുർഗന്ധമാണെങ്കിലും എന്റെ ദൈവത്തിന് അത് സൗരഭ്യവാസനയാണ്. ഇന്ന് രാത്രികാലം ഈ ആലയത്തിനകത്ത് കരങ്ങൾ ചേർത്തടിക്കുമ്പോൾ, ആദരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ചുറ്റുപാടുകൾക്ക് ഇത് ഓർക്ക, ഈ ശബ്ദം കോലാഹലമായി മാറുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിന് അറിയാം, ഇത് കോലാഹലമല്ല, എന്റെ ദൈവത്തെ ഞാൻ ആത്മാവിൽ സത്യത്തില് ആരാധിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഇന്ന് രാത്രിക്കാലം നമ്മുടെ ആരാധനയിൽ ദൈവം ഇറങ്ങി വരുന്ന രാത്രിയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി മാറ്. 10ാമത്തെ വാക്കോടെ വായിച്ച മെസ്സേജ് നടത്തുവാൻ കർത്താവിൽ അവനോട് കൽപ്പിച്ചതുപോലെ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഓർക്കുക, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ഇവർക്ക് ഇങ്ങനെ വായിക്കുന്നു, അവനോട് കൽപ്പിച്ചതുപോലെ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിന്നു. ഓർക്കുക, വചനം സ്വീകരിക്കുവാൻ തയ്യാറായപ്പോൾ, അഭിഷേകത്തിന് കാറ്റ് അവരെ താഴ്വരയിൽ അടിക്കുവാൻ തയ്യാറായപ്പോൾ, അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അവരിൽ ശ്വാസം വന്നു. ശ്വാസം മാത്രം വന്നതല്ല, അത് ഓരോ വ്യക്തിയുടെ അകത്ത് പ്രവേശിച്ചിട്ട് അവർ ജീവിക്കുവാനിടയായി മാറി, ജീവൻ വരുവാനിടയായി മാറി, ജീവൻ അവരെ എഴുന്നേൽപ്പിക്കുവാനിടയായി മാറി. എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, അവർ ഒരു സൈന്യമായി ആ പാളയത്തിനകത്ത് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നെറ്റിയും ചങ്കും കൊടുത്തു നിന്നുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഇന്ന് രാത്രിക്കാലം ഉണങ്ങിയ അസ്ഥികളെ ദൈവത്തിന്റെ വചനം കേൾപ്പിനെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രിക്കാലം സ്വീകരിക്കണം, നാം സ്വീകരിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് രാത്രിക്കാലം പ്രാപിക്കണം, നാം പ്രാപിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് രാത്രിക്കാലം ഇവിടെ നിൽക്കാത്ത ചില മണ്ഡലത്തിൽ, ഇന്ന് രാത്രിക്കാലം നമ്മുടെ മുഴങ്കാൽ ഉറയ്ക്കാത്ത ചില ഇടത്ത്, ഇന്ന് രാത്രിക്കാലം അകത്തു ജീവനുണ്ടെങ്കിൽ, അകത്തു ശക്തി ഉണ്ടെങ്കിൽ, അകത്തു ബലമുണ്ടെങ്കിൽ, ഇന്ന് രാത്രിക്കാലം തന്നെയും നിങ്ങളെയോ ദൈവത്തിനൊരു സൈന്യമാക്കി നിർത്തുവാനിടയായി മാറും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ദൈവമേ നീ എന്റെ ദൈവം,
അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷ. വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളത്തിന് വേണ്ടിയല്ല ഭക്തൻ ദാഹിക്കുന്നത്. ആഹാരമില്ലാത്ത സ്ഥലത്ത് ആഹാരത്തിന് വേണ്ടിയല്ല ഭക്തൻ ആഗ്രഹിക്കുന്നത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് അവരുടെ ഇടയ്ക്ക് ഓർക്കുക, ദൈവത്തിന്റെ ദാഹജലത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി, ആത്മാ സാന്നിധ്യത്തിന് വേണ്ടി ഭക്തൻ ഓർക്കുക, ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് രാത്രികാല ചുറ്റുപാടുകൾ ആരാധന കുറയുമ്പോൾ, പ്രാർത്ഥന കുറയുമ്പോൾ, അഭിഷേകത്തിന് ആരാധനയ്ക്ക് ഓർക്കുക, അളവുകോല് വെക്കുമ്പോൾ ഇന്ന് രാത്രികാലം മുട്ടോളമല്ല, അരയോളമല്ല, നീന്തീട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു ആത്മാ സാന്നിധ്യത്തിലേക്ക് ഇന്ന് രാത്രികാലം ഇറങ്ങുവാൻ തയ്യാറായാൽ, ഇന്ന് രാത്രികാലം മുന്നേറുവാൻ തയ്യാറായാൽ, ഇന്ന് രാത്രികാലം നമ്മെ ഇന്ന് രാത്രി പിഴുതു മാറ്റിയ ചില ഇടത്ത് അവർ നമ്മളെ ഇന്ന് രാത്രികാലം ഒരു സൈന്യത്താൽ ഇന്ന് രാത്രികാലം നമ്മളെ നിർത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവത്തിന്റെ കര നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി മാറും. ഒരു യെഹെസ്കേൽ പ്രവാചകൻ ഒരു താഴ്വരയിൽ നിന്നപ്പോൾ ഒരു നാടിന് ഇത്രമാത്രം വ്യത്യാസമാണെങ്കിൽ ഒരു വീടിനകത്ത് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ ഇന്ന് രാത്രികാലം നീ മുഖാന്തരം ചിലർ വിടുവിക്കപ്പെടുക, ഇന്ന് രാത്രികാലം ചില ചുറ്റുപാടുകൾ വിടുവിക്കപ്പെടുക, ചില സഭകൾ വിടുവിക്കപ്പെടുക, ചില ദേശം വിടുവിക്കപ്പെടുക. ഇന്ന് രാത്രികാലം കൃപ പ്രാപിച്ചവർ ഇന്ന് രാത്രികാലം അടങ്ങിയിരിക്കുന്ന രാത്രിയല്ല, ഇന്ന് രാത്രികാലം വചനത്തോട് പ്രതികരിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ഇന്ന് രാത്രികാലം ആത്മാവിൽ ആരാധിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം കെട്ടുപോയ ചില വിളക്കുകള് ഇന്ന് രാത്രികാലം ആളിക്കത്തിക്കുന്ന രാത്രിയായി മാറട്ടെ. നഷ്ടപ്പെട്ട കൃപാവരങ്ങള് ഇന്ന് രാത്രികാലം ജ്വലിപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാണ്. ഒരു യെഹെസ്കേൽ പ്രവാചകൻ ഒരു താഴ്വരയിൽ വന്നപ്പോൾ ഒരു ശുശ്രൂഷ, തനിക്ക് ലഭിച്ച ശുശ്രൂഷ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുവാൻ തയ്യാറായപ്പോൾ, മറ്റുള്ളവർക്ക് പകരുവാൻ തയ്യാറായപ്പോൾ ചില ദേശം വിടിവിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇന്ന് രാത്രി തകർന്നുവെന്ന് ചിന്തിക്കരുത്, എല്ലാം അടഞ്ഞുവെന്ന് ചിന്തിക്കരുത്, എന്നെ കൊണ്ട് ഒന്നിന് പറ്റിയെന്ന് ചിന്തിക്കരുത്, അതിനുള്ള പഠിപ്പില്ല, അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാത്രികാലം ആരും പുറകോട്ടോ ഒഴിഞ്ഞു മാറുന്ന രാത്രിയല്ല. ഇന്ന് രാത്രികാല ശ്രേഷ്ഠമാരെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് രാത്രികാലം ബലഹീനരായ ചിലര് എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ആർക്കും ചെയ്യാത്ത വലിയൊരു വ്യത്യസ്തമാകുന്ന ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ നിങ്ങളെയോ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം, ദൈവകരത്തിലേക്ക് ഓർക്കുക സമർപ്പിക്കുവാൻ തയ്യാറാകണം. ഒരു കാറ്റടിച്ച് ഒരു ശുശ്രൂഷ വെളിപ്പെട്ട് വചനത്തിന് ശക്തി താഴ്വരയിൽ വെളിപ്പെടുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ അകത്ത് ജീവൻ പ്രാപിക്കുവാനിടയായി മാറി. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന തേനിലും തേൻകട്ടേക്കാൾ മാധുര്യമുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം അകത്തു വന്ന ഇന്ന് രാത്രികാലം നിന്റെ നാവ് സമർത്ഥനായ എഴുത്തുകാരന്റെ എഴുത്തുകോല് പോലെ നിന്റെ നാവിനെ ദൈവത്തിന് മാറ്റുവാൻ കഴിയുമെങ്കിൽ, നിന്റെ നാവിനെ വായ്ത്തലയുള്ള വാളാക്കി മാറ്റുവാൻ കഴിയുമെങ്കിൽ, നിന്റെ നാവിനെ ഇന്ന് രാത്രികാലം പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ പകരുവാൻ കഴിയുമെങ്കിൽ, നിന്റെ നാവിനെ ഇന്ന് രാത്രികാലം മുറിക്കുന്ന വാക്കല്ല, നിന്റെ നാവിനെ ഇന്ന് രാത്രികാലം ഉപ്പിന് രുചി വരുത്തുന്ന നാവാക്കി മാറ്റുമെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, ആത്മാ സാന്നിധ്യത്തിലേക്ക് ഇന്ന് രാത്രികാലം ഇറങ്ങി വരുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിങ്ങളെ കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ, നിങ്ങൾ ഏതു താഴ്വരയിൽ പോയാലോ ശത്രു നിങ്ങളെ എലിയ ഒരു പൂച്ച തട്ടിക്കളിക്കുന്നത് പോലെ നിങ്ങൾ തട്ടിക്കളിച്ചാലും അധികം നാള് ശത്രുവിന്റെ കരത്തിൽ ദൈവം ഇടത്തില്ല. യോഹന്നാനോട് ചോദിച്ചാൽ പറയൂ, എനിക്ക് മുമ്പേ പോയവരൊക്കെ പത്മോസ് ദ്വീപിലേക്ക് തിരികെ വന്നിട്ടില്ല, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവിടുത്തെ ജീവികളും അവിടുത്തെ കഴുകന്മാര്, അവിടുത്തെ കുറുനരികളും
ശരീരമൊക്കെ അവരുടെ ഓർക്ക മാംസം തിന്നിട്ടുണ്ട്. അവരാരും ജീവനോടെ വന്നിട്ടില്ല. പക്ഷേ ഈ യോഹന്നാൻ പോയത് ഓർക്ക് അവരെ പോലെയല്ലായിരുന്നു. അവനിൽ ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. പത്മോസിൽ അവൻ തിരികെ വന്നപ്പോൾ വെളിപ്പാട് പുസ്തകം രചിക്കുവാൻ അവനൊരു അഭിഷേകനായി പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? പത്മോസിന്റെ യോഗത്തിലൂടെ നീ കടന്നുപോയാൽ, കേരളത്തോടിന്റെ അനുഭവത്തിലൂടെ നീ കടന്നുപോയാൽ, യോർദാന്റെ വൻകാറ്റിലൂടെ നീ കടന്നുപോയാൽ, ഇന്നേ രാത്രി കാലോ തലയ്ക്ക് മീതെ വട്ടമൊക്കെ പറകുന്ന കഴുക നിന്റെ തലയ്ക്ക് മീതെ പറന്നാല് നിന്റെ ശിരസിലെ രോമം കൊഴിഞ്ഞു പോകണമെങ്കിൽ, ദൈവം അനുവദിക്കാതെ സംഭവിക്കത്തില്ലെങ്കിൽ ഇന്ന് രാത്രി കാലം തിരിച്ചറിയുക. അധികം നാളെ പത്മോസ് നിനക്ക് കാണത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ആ പത്മോസിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് തിരിച്ചറിയുക. ശത്രുവിനറിയ നീ ആരാന്നറിയാം. ശത്രുവിനറിയ നീയുള്ള അഭിഷേകം എന്തെന്നറിയാം. ദ്വീപിലോർക്ക് പൗലോസിനോട് ചോദിച്ചാൽ പറയൂ, 276 പേരും ഞങ്ങൾ കപ്പൽ യാത്ര ചെയ്തു. പക്ഷേ ഓർക്കുക, മെലിത്ത എന്ന ദ്വീപിന്റെ മറുകര ഞങ്ങൾ പത്തി. പക്ഷെ സത്യമാ, ഒത്തിരി പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ 75 പേരെയും അണലി കടിച്ചില്ല. അവരെ മാറ്റി നിർത്തിട്ട് പൗലോസിനെ മാത്രം കടിച്ചു. അണലിക്ക് മനസ്സിലായി അവരിലില്ലാത്തൊരു അഭിഷേകം പൗലോസിനുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട് പൗലോസിനെ കടിച്ചെന്നുള്ള സത്യമാ? പക്ഷേ മകത്തിറങ്ങാതെ അവനുള്ള അഭിഷേകം ഇന്ന് രാത്രിക്കാലം തീയിലാതെ ഓർക്കുക. ആ അണലിയെ കുടഞ്ഞു കളഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം കടിയേൽക്കുന്ന രാത്രിയല്ല, ഇന്ന് രാത്രിക്കാലം ചിലതിനെ ആത്മാവിൽ കുടഞ്ഞു കളയുന്ന രാത്രിയായി മാറി. ദൈവത്തോട് ഇന്ന് രാത്രിക്കാലോ ദൈവകൃപ ഭാവിക്കുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് തിരിച്ചറിയുക. അവിടെയുള്ള പ്രബലന്മാർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഓർക്കുക, ഇവൻ ഓർക്കുക, നീതിദേവിയെ ഓർക്കുക. അവൻ ഓർക്കുക, അവരെ വ്യസനപ്പെടുത്തി ഇവൻ പാപിയായ മനുഷ്യനൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുമ്പോഴും ഓർക്കുക, ഇതിനു മുമ്പ് അവർ കണ്ടതൊക്കെ ഈ ഒരു അണല് കടിച്ചവരൊക്കെ ശരീരം വീർത്തിട്ടുണ്ട്. അവരൊക്കെ കണ്ണിന് മുമ്പിൽ തന്നെ പിടഞ്ഞു പിടിച്ച് മരിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയാ, നിന്നെ അഭിഷേകമുണ്ടെങ്കിൽ ഒരു ശക്തി നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്, നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴു, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? 1000 10,000 വീഴുന്ന ഇടത്ത് ഇന്ന് രാത്രിക്കാല കൃപ പ്രാപിച്ച, ഇന്ന് രാത്രിക്കാല എലിയാവ്, ഇന്ന് രാത്രിക്കാല കൃപ പ്രാപിച്ച യെഹെസ്കേൽ പ്രവാചകന് ഇന്ന് രാത്രിക്കാലം നീ വീഴത്തില്ല. അതേ താഴ്വരയിൽ ദൈവം നിന്നെ നിവരെ നിർത്തുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, മെലിത്താദ്വീപിന്റെ അക്കരെ പൗലോസിനെ തന്റെ കൂടെ വിളിക്കുന്ന 76 പേരെയും മറുകരെ എത്തിച്ചു. പക്ഷേ ഒന്ന് ഞാൻ പറയാ, ആരിലും കടിക്കാത്ത അഭിഷേകവർക്ക് അണലി പ്രാർത്ഥിക്കുന്നവനെ കടിച്ചു. പക്ഷെ സത്യമാണ്. പക്ഷേ അവിടെ അവൻ കൊണ്ടെത്തിക്കുവാൻ കാരണം ഇതാണ്, ഈ ശക്തി അക്കരെ എത്താതിരിക്കുവാൻ കടലിൽ ഒരു പ്രക്ഷോഭണം, ഒരു പ്രതികൂലം, ഒരു പ്രതിസന്ധി ഒരുക്കി കൊടുത്തു. പക്ഷേ അതിനെ മറുകരെ ഓർക്കം നീന്തിക്കടന്ന് പ്രാർത്ഥിക്കുന്നവൻ അക്കരെ നാട്ടി എത്തിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? നീ പാർക്കുന്ന ചുറ്റുപാടുകൾ അന്ധകാര ശക്തികൾ നിറഞ്ഞതായിരിക്കാം. നീ പാർക്കുന്ന ദേശം ഇന്ന് രാത്രിക്കാലം പൂജാ ശക്തികൾ കൊണ്ട് നിറഞ്ഞതായിരിക്കാം. നീ ആരാധിക്കുന്ന ഇടത്തിന് പകലക്കാല നിനക്ക് നേരെ വിരലുകൾ ചൂണ്ടുന്ന വ്യക്തികളാകാം. പക്ഷേ ഇന്ന് രാത്രിക്കാലം അവരെ നോക്കാതെ ഇന്ന് രാത്രിക്കാലം അഭിഷേകം തന്ന ദൈവമുഖത്തേക്ക് ഇന്ന് രാത്രിക്കാലം നോക്കുവാൻ തയ്യാറായ ഇന്ന് രാത്രിക്കാലം ശത്രുവിന്റെ പാളയത്തെ ഇന്ന് രാത്രിക്കാലം പൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിന്നെ ഇന്ന് രാത്രിക്കാലം ദൈവം നിരവധി നിർത്തുമെങ്കിൽ ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആ ദൈവം ഇന്ന് അവൻ എന്റെ ജീവിതത്തിൽ അത്ഭുത ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി മാറും. ദൈവത്തിന്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയമേ. താഴ്വരയിലേക്ക് നോക്കി അറിയാ, 30 ദിവസം ഓർക്കുക, ദേശത്ത് ഓർക്കുക, ദൈവനാമത്തെ ദുഷിക്കുന്ന ഒരു ഗോലിയാത്തിനെ നമുക്ക് കാണുവാൻ കഴിയും. പടച്ചട്ട വാള് കുന്തം അവന്റെ കയ്യിലുണ്ട്. പക്ഷേ എല്ലാ അച്ചാച്ചമാരും ഓർക്കുക, അവന്റെ പടച്ചട്ടയും കുന്തവും കണ്ടിട്ട് ഓർക്കുക, മാറിപ്പോയപ്പോ കൃപ പ്രാപിച്ച കാട്ടിന്ന് കയറി വന്ന ദാവീദ് പറയുകയാണ്, നീ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തെ നിന്ദിക്കുന്നത് കൊണ്ട് ആ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അടുത്തു വരിക എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലിരിക്കുന്ന കല്ലുകൊണ്ട് എറിഞ്ഞപ്പോ ഇന്ന് രാത്രിക്കാലം ശത്രു നിലംപരിശിയായി മാറിയെങ്കിൽ ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എത്ര വലിയ മല്ലനാണെങ്കിലും, എത്ര വലിയ സൈന്യമാണെങ്കിലും, എത്ര വലിയ ശക്തിയാണെങ്കിലും അകത്ത് അഭിഷേകമുള്ളവന്റെ മുമ്പിൽ ഇന്ന് രാത്രിക്കാലം നിലംപരിശ ചാകുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിനത്തിലൂടെ പറയുകയാണ്.
ജീവരാബരധര ഗവൈഷമാനരധര ജീവരാബരധരേ ഗവൈഷമാനരധര ഉടകരഘടക ചാരകക്ഷരേ ഗവൈഷമാനരധര ഉടകരഘടക ക്ഷമരവൗഷമാനരധര. അതുകൊണ്ട് മനസ്സിലാക്കുക, ദാവീദ് ഇറങ്ങി വന്നത് ഒരു തോട് കടന്ന് അവൻ തൊട്ടി നിന്ന് മിനുസമുള്ള കല്ലുകൾ എടുത്തു. അവൻ കല്ലുകൾ എടുത്തത് ഓർക്കുക, വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയ കല്ല. ഇന്ന് രാത്രി ഓർക്കുക, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക മാത്രമല്ല, സ്നാനത്തോടുകൂടെ ഓർക്ക വെള്ളത്തിൽ നിന്ന് പൊങ്ങി യേശുവിനെ മരണത്തിൽ പങ്കാളിയായ ഞാനും നിങ്ങളും ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയുക, എന്നിലൊരു അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം നീ ശത്രുവിനൊരു പ്രകരമായി മാറ്, ശത്രുവിന് നീ ഒരു പേടി സ്വപ്നമായി മാറ്, ശത്രുവിന് നീ ഒരു ഭയമായി മാറ്. നിന്റെ ആരാധന, നിന്റെ സ്തോത്രം, നിന്റെ ഹല്ലേലൂയ കേൾക്കുമ്പോൾ അവന്റെ അടിത്തറ ഇളകുവാനിടയായി മാറ്. അതുകൊണ്ട് തിരിച്ചറിയുക, ഇന്ന് രാത്രിക്കാലം ചില അഭിഷേകത്തിന്റെ തീനാളങ്ങളെ ഇന്ന് രാത്രിക്കാലം പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം ഓർക്കുക, പ്രാർത്ഥിക്കുന്നവന്റെ തലവെട്ടുവാൻ ഗോലിയാത്തിന്റെ കയ്യിലിരിക്കുന്ന വാളിനെ ദൈവം ഓർക്കുക, പ്രാർത്ഥിക്കുന്നവന്റെ കരത്തിൽ ദൈവം കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഇന്ന് രാത്രി ശത്രുവിനെ നിഗ്രഹിക്കുക നിന്റെ കരത്തിൽ വാളില്ല. ഇന്ന് രാത്രികാലം ശത്രുവിന്റെ വാളിനെ തന്നെ ഇന്ന് രാത്രികാലം വാളിനിരക്കാക്കി ദൈവം നിന്നെ ഉഴൈപ്പാനിടയായി മാറും. അതുകൊണ്ട് തിരിച്ചറിയുക, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പ്രസൻസ് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഇന്ന് രാത്രികാലം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ശത്രുവിന്റെ സ്വപ്നത്തെ ഇന്ന് രാത്രികാലം എടുത്തു മാറ്റിക്കൊണ്ട് ഞാനൊരു നായെന്ന് പറഞ്ഞ് ദാവീദ് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ ദാവീദ് പറയുകയാണ്, ഇന്ന് രാത്രികാലം കാട്ടിലെ മൃഗങ്ങൾക്ക്, ആകാശത്തിലെ പറവകൾക്ക് നിന്റെ ശരീരത്തെ ഞാൻ ആഹാരമാക്കി കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ശത്രുവിന്റെ മുഖത്ത് നോക്കി ഇന്ന് രാത്രികാലം ആത്മാവിൽ പ്രവചിച്ച് ഇന്ന് രാത്രികാലം യുദ്ധത്തിന് തയ്യാറാകുവാൻ ഇന്ന് രാത്രികാലം തയ്യാറാകും. ഇന്ന് രാത്രി ശത്രുവിനെ തകർക്കുവാൻ പഠിപ്പ് വേണ്ട സ്നേഹിത, സൗന്ദര്യം വേണ്ട സ്നേഹിത, ആരിലുമില്ലാത്ത പ്രാർത്ഥിക്കുന്ന കല്ലുകൾ നിന്റെ കീശയിലുണ്ടെങ്കിൽ, ആരിലുമില്ലാത്ത ദൈവ പ്രവൃത്തിയുടെ കവണ നിന്റെ കയ്യിലുണ്ടെങ്കിൽ, ആരിലുമില്ലാത്ത ഇന്ന് പകലക്കാലം ഒരു ശുശ്രൂഷ നിന്നിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം താഴ്വരയിൽ ഇന്ന് രാത്രി പലരും തോറ്റ ഇടത്ത് ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കുന്ന ദാവീദേ, ദൈവം നിന്നെ നിർത്തുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുക, ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രികാലം ശത്രു രാഗി മിനുക്കിയ വാളുമായി ഓർക്ക പ്രാർത്ഥിക്കവനോട് ശിരസ് വെട്ടിമാറ്റുവാൻ ശത്രുവിന്റെ ഉയർന്നിരിക്കുന്ന വാളിനെ അവന്റെ കണ്ണിനെ ദൈവം അന്ധത പിടിപ്പിച്ചിട്ട് അവന്റെ വാള് ശത്രുവിന് പ്രകരമായി മാറിയെങ്കിൽ, അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണുവെങ്കിൽ, അവൻ കുടുക്കിയ കുടുക്കിന്റെ കൊട്ട് അവൻ തന്നെ വീണുവെങ്കിൽ, അവൻ ഒരുക്കിയ പദ്ധതിയിൽ അവൻ തന്നെ ക്രൂശിച്ചുവെങ്കിൽ, അവൻ ഒരുക്കിയ കഴുകുമരത്തെ അവൻ തന്നെ കയറിയെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രികാലം ആരാധിച്ചാൽ മാത്രം മതി, ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി എന്റെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി മാറും. അതുകൊണ്ട് തിരിച്ചറിയ, ഇന്ന് രാത്രികാലം ശത്രുവിനെ വലുതായി കാണാതെ, താഴ്വരെ വലുതായി കാണാതെ, ശത്രുവിയത്തെ കുന്നത്തെ വാളിനെ വലുതായി കാണാതെ, അവൻ ധരിച്ച പടച്ചത്തെ വലുതായി കാണാതെ, ലോകത്തിലുള്ളവർ ഓർക്ക പുറമേ ഉള്ളത് കാണുമ്പോൾ അഭിഷേകമുള്ളവൻ ആകം കണ്ടു ഇവനെ പുറമേ ഉള്ള സെറ്റപ്പേ ഉള്ളു, പക്ഷേ അകത്തു ശക്തിയില്ല. പക്ഷേ ദാവീദിനെ അവൻ നിസ്സാരമായി കണ്ടു, പുറമേ അവനെ നോക്കി ഒരു കൊച്ചു ചെറുക്കന, പക്ഷേ ആരിലുമില്ലാത്ത അഭിഷേകം ദാവീദിന്മേലുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആരിലുമില്ലാത്ത ചില കൃപാവരങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ തോറ്റുപോകത്തില്ല. ഇന്ന് രാത്രിക്കാലോ നീ ജയിച്ചു പുറത്തു വരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. റിഭരബരധരേ ഗവൈഷമാന രധരേ ഗവൈഷമാന
അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം മനസ്സിലാക്കുക, അഭിഷേകമില്ലാത്തവൻ ഗോലിയാത്തിനെ വലുതായി കണ്ടപ്പോൾ ഓർക്കുക, ഗോലിയാത്തിന്റെ കയ്യിലിരിക്കുന്ന പണച്ചട്ടകളും ഗോലിയാത്തിന്റെ കയ്യിലിരിക്കുന്ന വാളുകളും ഗോലിയാത്തിന്റെ തലയിലിരിക്കുന്ന ഓർക്കുക തന്റെ കിരീടങ്ങൾ ഗോലിയാത്ത് വലുതായി കണ്ടപ്പോൾ മുമ്പിൽ ഇറങ്ങി വരുന്ന ദാവീദിനെ കണ്ടിട്ട് ഒരു കൊച്ചു പയ്യനെ പോലെ തോന്നി. പക്ഷേ ഒന്ന് ഞാൻ പറയാ, ലോകത്തിൽ നിനക്ക് ആരും വില കൽപ്പിച്ചില്ലെങ്കിൽ, ലോകത്തിൽ നിന്റെ ശുശ്രൂഷ ആരും അംഗീകരിച്ചില്ലെങ്കിൽ, ഇന്ന് രാത്രികാലം നീ ആരെന്ന് തെളിയിക്കുവാൻ ദൈവം ഒരു പദ്ധതി ഇട്ടെങ്കിൽ ഇന്ന് രാത്രികാലം പുറകോട്ട് മാറുന്ന രാത്രിയല്ല. ഇന്ന് രാത്രികാലം നെറ്റിയും ചങ്കും എടുത്തുകൊണ്ട് ഇന്ന് രാത്രികാലം മുന്നേറുവാൻ തയ്യാറായ, ഇന്ന് രാത്രികാലം ചിലരെ അരകളെ ദൈവം മുറുക്കിക്കൊണ്ട് ഇന്ന് രാത്രികാലം യുദ്ധത്തിനായി അവരുടെ വിരകളെ അഭ്യസിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ചിലരെ ദൈവം പുറത്തു കൊണ്ടിരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇന്ന് രാത്രികാലം എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്ന് രാത്രികാലം എല്ലാ വ്യക്തികളും ഹൃദയങ്ങൾ ദൈവസ്ഥയിലേക്ക് ഉയരാ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു യഹസ്കേൽ പ്രവാചകൻ താഴ്വരയിൽ ഇറങ്ങി നിന്നപ്പോൾ നൂറുകണക്കിന് വ്യക്തിയുടെ ജീവിതത്തിൽ ഓർക്കുക, തൊക്കുകൾ കൊണ്ട് ഞരമ്പുകൾ കൊണ്ട് അവരെ പൊതിഞ്ഞ് അവരെ ശക്തിയുള്ള വ്യക്തികളാക്കി ഒരു സൈന്യമാക്കി ദൈവം തീർത്തു. ഇന്ന് രാത്രികാലം ഞാൻ മുഖാന്തരം എന്റെ ഭർത്താവ് വിടിവിക്കപ്പെടണം, ഞാൻ മുഖാന്തരം എന്റെ ഭാര്യ വിടിവിക്കപ്പെടണം, ഞാൻ മുഖാന്തരം എന്റെ തലമുറകൾ വിടിവിക്കപ്പെടണം, ഞാൻ മുഖാന്തരം എന്റെ സഭ വിടിവിക്കപ്പെടണം. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ചങ്കുറ്റത്തോടെ ഉറപ്പോടെ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുവാൻ കഴിയും? നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഒരുവൻ ദൈവ ശബ്ദം കേട്ട് അഭിഷേകം ചുമന്ന് യഹസ്കേൽ പ്രവാചകൻ താഴ്വരയിൽ ഇറങ്ങിച്ചെന്നു. പക്ഷേ കൂടെ നിൽക്കുവാൻ ആരുമില്ല. എല്ലാ മസ്തികളും മുടങ്ങിക്കിടക്കുക, എല്ലാം ചിതറിക്കിടക്കുക, എല്ലാം നിരപരിശിയായി മാറി. പക്ഷേ ആ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് തന്നെ ആ ശുശ്രൂഷകരുടെ കൂടെ ഒരു കൂട്ടം സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾ വിശ്വസിക്കുക തളരുന്ന രാത്രിയല്ല. ഇന്ന് രാത്രിക്കാലം ഒരു കൂട്ടം വ്യക്തികളെ ഇന്ന് രാത്രിക്കാലം ഈ വചനം തൊട്ട് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങൾ നന്ദി പറയുക. അങ്ങയുടെ കൃപയുടെ മറവിൽ സ്വർഗ്ഗം ഞങ്ങളെ മറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ വ്യക്തികൾക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പാട്ടിന്റെ വരികൾ പാടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ അർപ്പിച്ച് സന്തോഷത്തോടെ പ്രത്യാശയോടെ എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും സന്തോഷ വേളയിൽ സന്താപ വേളയിൽ നിന്നുള്ള ആ മനോഹരമാകുന്ന പാട്ടിന്റെ വരികൾ പാടി എന്റെ ദൈവത്തെ ഇന്ന് രാത്രികാലം സ്തുതിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. പിടിച്ചെന്നെ നടത്തിടുന്നു പിടിച്ചെന്നെ നടത്തിടുന്നു സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അറിഞ്ഞേ ഞാൻ. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അറിഞ്ഞേ ഞാൻ. പകരുകയില്ല ഞാൻ, പകരുകയില്ല ഞാൻ കഷ്ടകാലവാദി വന്നേരോ എന്നാലും കാത്തിരോ എത്തിയും തോറ്റിരോ എന്നാലും നടത്തിരോ അത്യന്തേ എന്നാലും കാത്തിരോ എത്തിയും തോറ്റിരോ എന്നാലും നടത്തിരോ അത്യന്തേ വന്നോടു വന്നു പോയാലോ എന്നാതിരിച്ചോ കൈവിടാ പോയാലോ കൈവിടില്ല വിക്ഷായിരത്തോടെ കൈക്കൊള്ളോ മേടേ ആവുത്തേ എന്നെയോ വിക്ഷായിരത്തോടെ കൈക്കൊള്ളോ മേടേ ആവുത്തേ അതറുകയില്ല ഞാൻ
കൈകളെ
പ്രാർത്ഥനയുടെ മുഴക്കാലുകള് ഇന്ന് രാത്രികാലം ഉറപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവം യേശുവിൻ പിന്നിലെ പോകാനുറച്ചു, യേശുവിൻ പോകാനുറച്ചു, യേശുവിൻ പിന്നിലെ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, ലോകമെൻ പിന്നിൽ ക്രൂശന്റെ മുന്നിൽ, ലോകമെൻ പിന്നിൽ ക്രൂശന്റെ മുന്നിൽ, ലോകമെൻ പിന്നിൽ ക്രൂശന്റെ മുന്നിൽ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, യേശുവിൻ പിന്നിലെ പോകാനുറച്ചു, യേശുവിൻ പിന്നിലെ പോകാനുറച്ചു,
സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും ആശ്വസമായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് രാത്രി ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ ജനത്തിന് മേലും അവർക്ക് കൊടുത്തിരിക്കുന്ന ഭൗതിക ആത്മീയ നന്മയുടെ മേലും ദൈവം അവർക്ക് കൊടുത്ത എല്ലാ തലമുറയുടെ മേലും ഭൂമിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ മേലും ദൈവമക്കളുടെ മേലും ഇന്നു മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷതവരിയ്ക്കുമാറാകണമേ. ആമേ. അർക്കപ്പെട്ട കുഞ്ഞാടിനെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ കടന്നു പോകാം. സ്വർഗം നമ്മളെ ആശീർവദിക്കട്ടെ.